അത് ട്രേഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ടൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട്? എല്ലാവരും മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാവോ? യെസ് കാണുന്നുണ്ട്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ട് നിൽക്കാട്ടോ. ഓക്കെ ഓക്കെ. അപ്പം കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ ബേസിക്കലി രണ്ട് സ്ട്രക്ചറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, പിന്നെ ഒരു കൺസോൾട്ടേഷൻ, അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ മാപ്പിങ്ങിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ കുറേ പേർക്ക് ക്ലിയർ ആയിട്ടുമുണ്ട്. ബട്ട് എന്നിരുന്നാലും ചില ഡൗട്ട്സ് ഇപ്പോഴും ബാക്കി കിടപ്പുണ്ട്, അല്ലേ? നമുക്ക് ആദ്യം ജസ്റ്റ് ആ ഒരു ഔട്ട്ലൈൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ആ റിഫൈനിങ്ങിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ മെയിൻലി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അബൌട്ട് അപ് ട്രെൻഡ് ആണ്. ഓക്കെ, അപ് ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ്? സിംപ്ലി പറയുകയാണെങ്കിൽ ബ്രേക്ക് അബവ് ഹൈ, റിജക്റ്റിംഗ് ലോ, ബ്രേക്ക് അബവ് ഹൈ, റിജക്റ്റിംഗ് ലോ, ബ്രേക്ക് അബവ് ഹൈ, റിജക്റ്റിംഗ് ലോ. ഇതാണ് നമ്മുടെ അപ് ട്രെൻഡ്. ഓക്കെ, മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോവുക, താഴെ റിജക്റ്റ് ആവുക. ഓക്കെ, ഇതാണ് അപ് ട്രെൻഡ്. അറ്റ് ദ സെയിം ടൈം ഡൗൺ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ബ്രേക്ക് ബിലോ ലോ ആൻഡ് റിജക്റ്റിംഗ് ഹൈ. ചിലപ്പോൾ മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഇങ്ങനെ മുകളിലേക്ക് തന്നിട്ടുണ്ടാവും, പക്ഷെ അപ്പൊ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഈ ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ ആക്ച്വലി എന്ത് വിളിക്കുന്നത്, ഡൗൺ ട്രെൻഡ്. ഇനി ഒരു സ്വിംഗ് ഹൈ, ഒരു സ്വിംഗ് ലോ. സ്വിംഗ് ഹൈനെ കുറിച്ചും സ്വിംഗ് ലോനെ കുറിച്ചും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാ, അല്ലെ? കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടില്ലേ? അതിനകത്ത് മാർക്കറ്റ് ഒരു ഹൈയോ ലോയോ, ലൈക്ക് പുതിയ ഹൈയും ലോയും ക്രിയേറ്റ് ചെയ്യാതെ അതിനകത്ത് നിൽക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ആ ഒരു ഏരിയനെയാണ് നമ്മൾ കൺസോൾട്ടേഷൻ മാർക്കറ്റ്, അല്ലെങ്കിൽ എന്ത് മാർക്കറ്റ് എന്ന് വിളിച്ചത്? റേഞ്ചിങ് മാർക്കറ്റ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഞാൻ അതിൻ്റെ ഒക്കെ ഓരോ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, ഇപ്പം ഞാൻ യൂറോ യു എസ് ഡി തന്നെ എടുക്കാം. യൂറോ എസ് ഡിയിൽ ഇപ്പൊ ഞാൻ സാറേ, എടുത്തേക്ക് വോളിയം കുറവുള്ള ലോ ഗ്രാഫ് ആണോ? എടുക്കാമോ? ലോ ആണോ? ആ, ലോ ഉള്ളത്. ഇതിനകത്ത് നല്ല വോളിയം ഉണ്ട്. ഇപ്പോഴോ? ഓസ്ട്രേലിയൻ USD ഡോളർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. And those will open on the left. Please remind the എന്റെ വോയിസ് ആണോ പറഞ്ഞേ? വോയിസ് അല്ല, ഞാൻ ഇതിന്റെ വോളിയത്തിന്റെ കാര്യം പറഞ്ഞേ. ഐ മീൻ ചെറിയ ഗ്രാഫ്. യൂറോയിലൊക്കെ നല്ല വോളിയം അല്ലേ? വേറെ ചാർട്ട്, ആ ഓസ്ട്രേലിയൻ ഓക്കെ USD ഒക്കെ പോലത്തെ. ഓക്കെ. നമുക്ക് ആ വോളിയുള്ള പേരിലല്ലേ നമുക്ക് ട്രേഡ് ചെയ്യണ്ടേ? ഓക്കെ, അല്ല, ഞാൻ എ ടഫ് യു ഡി യു സിനാരിയോ എസ് ഡി വരുമ്പോൾ എടുക്കാം. കുറച്ചുകൂടി എളുപ്പത്തില് മനസ്സിലാവുമല്ലോ. ആ ഇത് ഓക്കെ കുഴപ്പമില്ല. ഓക്കെ, ഞാൻ എ യു ഡി യു എസ് ഡി എടുക്കാം. ഓക്കെ, നിങ്ങൾ മെയിൻലി യൂറോ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ GBP ഫോക്കസ് ചെയ്യുക, നമുക്ക് അല്ലെങ്കിൽ ഗോൾഡ് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള പേഴ്സ് നമ്മൾ ഈ ഒരു കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് നമ്മൾ ഏത് പെയറാണോ കൂടുതലും നമുക്ക് ട്രേഡ് ചെയ്ത് പരിചയമുള്ളത്, അത്തരം പേഴ്സിലായിരിക്കും നമുക്ക് കൂടുതൽ എന്ത് കിട്ടുക, ഒരു പ്രൊഫിഷ്യൻസി കിട്ടുക. ഓക്കെ, Okay. നമുക്ക് AUD USD എടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഫോർ റാൻഡം ആയിട്ട് ഒരു ഏരിയ എടുക്കുകയാണ്. ഓക്കെ, റാൻഡമായിട്ട് ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, എൻ്റെ ചാർട്ട് ഞാൻ അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. മുമ്പുള്ളതൊന്നും ഇല്ല എന്ന് വിചാരിക്കാം. ലൈക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു സിങ് ലോ കണ്ടെത്തുന്നു, സിങ് ഹൈ കണ്ടെത്തുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സോറി, സിങ് ലോ എന്ന് പറയുന്നത് ഏറ്റവും ലോ ആയിട്ടുള്ള ഒരു ഏരിയ എടുക്കാം. ഓക്കെ, സോറി. ഓക്കെ, സിങ് ലോ എടുക്കുന്നു, ഏറ്റവും ഹൈ ആയിട്ടുള്ള സിങ് ഹൈ എടുക്കുന്നു. ഓക്കെ, ഇനി അപ്പൊ നമുക്കിവിടെ സിങ് ലോ സിങ് ഹൈ കിട്ടി. ഓക്കെ, ഇവിടെ ഒരു സിങ് ലോ സിങ് ഹൈ ഉണ്ട്, ഇവിടെ ഒരു സിങ് ഹൈ ഉണ്ട്. ഓക്കെ, സോറി, സിങ് ലോ ഉണ്ട്. ആ സിങ് ഹൈനെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ ബ്രേക്ക്, ആ ബ്രേക്ക് നമുക്ക് വിസിബിൾ ആണ്, വിസിബിൾ ആയിട്ട് ഇവിടെ കാണാനും പറ്റുന്നുണ്ട്. റൈറ്റ്, ഇനി എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനകത്തുള്ള സ്ട്രക്ചറുകൾ എന്താ പറയുന്നതെന്ന്. കാരണം ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ഒരു ലോ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്, ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഇതൊക്കെ ഈ ഒരു റേഞ്ചിനകത്ത്, നമ്മൾ റേഞ്ച് എന്ന് പറയുന്നുണ്ട്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ സ്വിങ് ഹൈനെയും ഈ ഒരു സ്വിങ് ലോനെയും ഇടയിലുള്ള ഈ ഒരു ഏരിയ ആണ് നമ്മുടെ ട്രേഡിംഗ് റേഞ്ച്.
ഓക്കെ. അപ്പോൾ ഈ റേഞ്ചിനകത്ത് മാർക്കറ്റ് ഉണ്ടാക്കുന്ന സ്ട്രക്ചറുകൾ എന്തും ആയിക്കോട്ടെ, ചിലപ്പോൾ എന്ത് രീതിയിലും മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ടാക്കിക്കോട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമുക്കൊന്നെങ്കിൽ എന്ത് വേണം, ഈ സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മാർക്കറ്റ് ഇവിടെ എന്താ സംഭവിച്ചത്, ഈ ഒരു സ്വിംഗ് ഹൈ ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിനർത്ഥം മാർക്കറ്റ് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ മൂവ് ചെയ്തു. ഇത്രയും പറഞ്ഞത് ക്ലിയർ അല്ലേ? പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മൂവ് ചെയ്തു. ഓക്കെ. ഇനി ഞാൻ ഇനി ഞാൻ നെക്സ്റ്റ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പുതിയ സ്വിംഗ് ഹൈ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ? നമുക്കൊരു ലോ കിട്ടി, ഹൈ കിട്ടി. ഓക്കെ. പിന്നെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു സ്വിംഗ് ഹൈ എവിടെയാണ് ക്രിയേറ്റ് ചെയ്യണത് നോക്കുക. ഓക്കെ. അപ്പോൾ മാർക്കറ്റിൽ പുതിയ സ്വിംഗ് ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ. അപ്പൊ നമ്മൾ പഠിച്ച സ്ട്രക്ചർ പ്രകാരം എങ്ങനെയായി ഒന്ന്, ഒരു സ്വിംഗ് ലോ ഉണ്ടാക്കി, പിന്നെ ഒരു സ്വിംഗ് ഹൈ ഉണ്ടാക്കി, പിന്നെ മാർക്കറ്റ് പുതിയൊരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട്, സോറി, പഴയുള്ള ഹൈ ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു ഹൈ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ. പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ചെയ്യുന്ന ഏരിയ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തൂടെ? ഓക്കെ. ബ്രേക്ക് ചെയ്യുന്ന ഏരിയ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം അല്ലേ? മാർക്കറ്റ് ഈ ഒരു സ്വിംഗ് ഹൈന്റെ അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈന് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ടാണ് മാർക്കറ്റ് ഈ ഹൈയിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണേ. ഓക്കെ. ആ ബ്രേക്കിന്റെ ഇടയിൽ, ഇപ്പോൾ ഇവിടെ മുതൽ ഇവിടെ ഈ ഒരു ഏരിയക്കിടയിൽ ഏറ്റവും ലോ ആയിട്ടുള്ള പാർട്ട് നമ്മുടെ പുതിയ സ്വിംഗ് ലോ ആയി മാറി. ഓക്കെ. ഇതൊരു റിഫൈൻമെന്റ് തന്നെയാണ് ഈ പറയുന്നത്. ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ. ഞാൻ ഒന്നുകൂടിയും പറയാം. ഇപ്പൊ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് സ്വിംഗ് ഹൈ സ്വിംഗ് ലോ എന്നിങ്ങനെ മാർക്ക് ചെയ്ത് പോലായിരുന്നു. അതിനകത്ത് നമ്മൾ കൊണ്ടുവരുന്ന റിഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ പുതിയ ഹൈ എടുക്കണം, എപ്പോഴൊക്കെ പുതിയ ലോ എടുക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി പറയാൻ പോണത്. ഓക്കെ. ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ ഒരു സ്വിംഗ് ലോ ഉണ്ടായിരുന്നു, ഒരു സ്വിംഗ് ഹൈ ഉണ്ടായിരുന്നു. മാർക്കറ്റ് ഒന്ന് താഴേക്ക് വന്നു, എന്നിട്ട് എന്ത് ചെയ്തു, പുതിയ ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് പുതിയ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ബ്രേക്ക് ചെയ്ത ഏരിയ നമുക്ക് ഇങ്ങനെ ഒരു ലൈന് വരച്ചിട്ട് ഇവിടെ വരക്കാൻ പറ്റും. ഓക്കെ. ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ വരക്കാൻ പറ്റും. അപ്പോൾ ഈ വരച്ച ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ലൈനിന്റെ ഉള്ളിലുള്ള ഏറ്റവും താഴ്ന്നിട്ടുള്ള ഏറ്റവും ലോ ആയിട്ടുള്ള പോയിന്റ് ആണ് പുതിയ സ്വിംഗ് ലോ. ഓക്കെ. ഇപ്പം ഇവിടെയായിരുന്നു സ്വിംഗ് ലോ. ഈ സ്വിംഗ് ലോ എങ്ങോട്ടേക്ക് ചേഞ്ച് ആവും? ഇവിടേക്ക് ചേഞ്ച് ആവും. കാരണം എന്താ? മാർക്കറ്റിൽ നമുക്ക് ബ്രേക്ക് കിട്ടിയത് ഇവിടെയാണ് അല്ലെ? മുകളിലേക്ക് ബ്രേക്ക്, പുതിയ ഹൈനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തത് ഇവിടെയാണ്. ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയ ഹൈ ഇവിടെ കിട്ടി. അപ്പോൾ അതിന് കൂടെ തന്നെ ഒരു ലോയും കിട്ടണം. ആ ലോ എങ്ങനെ കിട്ടല് എന്ന് വെച്ചാൽ ഈ ബ്രേക്ക് ചെയ്ത ഏരിയ നമ്മളൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെയാണ് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടിയിരുന്നത്. അത് ഈ ഒരു ക്യാൻഡിലിൽ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലൈന് നമ്മളവിടെ വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ലൈനിന്റെ ഇടയിൽ, ഈ ലൈന് വരുന്ന ഭാഗത്തുള്ള ഏറ്റവും ലോ പോയിന്റ് എടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ലോ പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു ലോ പോയിന്റ് ഉണ്ട്. പക്ഷെ ഏറ്റവും ലോ ആയിട്ടുള്ള പോയിന്റ് ഇതല്ലേ? ഇത് ഏതായാലും വരൂലല്ലോ. ഇതാണ് നമ്മുടെ പുതിയ ലോ. ഓക്കെ. അഥവാ ഹയ്യർ ലോ എന്ന് നമ്മൾ വിളിച്ച കാര്യം. ഓക്കെ. അപ്പം ഇത് ആദ്യത്തെ ലോ ആയിരുന്നു, ഇത് ആദ്യത്തെ ഹൈ ആയിരുന്നു. ഓക്കെ. അതിനുശേഷം പുതിയ ഹയ്യർ ലോ ക്രിയേറ്റ് ആയി, ആൻഡ് ഓൾസോ അതിനെ കൂടെ തന്നെ പുതിയ ഹയ്യർ ഹൈ ക്രിയേറ്റ് ആയി. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെയിം സിറ്റുവേഷൻ, അതായത് ഇനി നമുക്ക് ഈ മാർക്കറ്റിനകത്ത് ഇവിടെ വരുന്ന സ്ട്രക്ചറുകളൊന്നും ബാധകമല്ല. നമുക്ക് എപ്പോഴേ ബാധകമുള്ളൂ, ഈ ഒരു ഹൈയിനെ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണം. ഓക്കെ. ഈ ഒരു ഹൈയിനെ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണം. നമ്മൾ ഇവിടെ ഒരു റിഫൈൻമെന്റ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഫസ്റ്റ് റിഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്യുന്ന ഏരിയ മാർക്ക് ചെയ്യുക. ആ ബ്രേക്ക് ചെയ്യുന്ന ഏരിയയിൽ ഉള്ള ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ആയിരിക്കും പുതിയ ഹയർ ലോ. ഓക്കെ. പുതിയ ഹയർ ലോ അല്ലെങ്കിൽ പുതിയ സ്വിംഗ് ലോ. ഓക്കെ. ഇനി വീണ്ടും മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇവിടൊക്കെ ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ബോഡി കൊണ്ടുള്ള ബ്രേക്കാണ്. നമുക്ക് എപ്പോഴും വേണ്ടതും ബോഡി കൊണ്ടുള്ള ബ്രേക്ക് ആയിരിക്കണം. ബ്രേക്ക് വിത്ത് ബോഡി. ഒരിക്കലും വിക്ക് കൊണ്ടുള്ള ബ്രേക്ക് നമ്മൾ ഒരു ബ്രേക്ക് ആക്കി എടുക്കരുത്.
ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതൊരു സിംഗ്ലോ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു സിംഗ്ലോ ആണ്. ഇവിടെ ആക്ച്വലി താഴേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് അല്ലേ, താഴേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ബോഡി പ്രസന്റ് ഇല്ല. എന്ത് മാത്രമേ പ്രസന്റ് ഉള്ളൂ? വിക്ക് മാത്രമേ ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളൂ. പക്ഷെ ഇതൊരു പ്രോപ്പർ ബ്രേക്ക് ആക്കിയിട്ട് നമ്മൾ എടുക്കണ്ട. നമ്മൾ എന്ത് മാത്രം എടുത്താൽ മതി? ബോഡി കൊണ്ട് ബ്രേക്ക് വന്നാൽ മാത്രമേ നമ്മൾ എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം ഇതല്ല ബ്രേക്ക് കിട്ടിയ ഏരിയ, ഇവിടെയാണ് ബ്രേക്ക് കിട്ടിയ ഏരിയ. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് റിഫൈൻമെന്റ്. രണ്ട് റിഫൈൻമെന്റ് ആണ് പറഞ്ഞത്. ഒന്നാമത്തെ റിഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രേക്ക് കിട്ടിയ ഏരിയയിലുള്ള ഏറ്റവും ലോവസ്റ്റ് പാർട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഡൗൺ ട്രെൻഡ് ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് കിട്ടിയ ഏരിയയിലുള്ള ഏറ്റവും ഹയസ്റ്റ് പാർട്ട് അതായിരിക്കും നമ്മുടെ ലോവർ ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ റിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് കിട്ടേണ്ടത് എപ്പോഴും ബോഡി കൊണ്ടായിരിക്കണം. ബോഡി കൊണ്ടുള്ള ബ്രേക്ക് മാത്രം നമ്മൾ ഒരു പ്രോപ്പർ ബ്രേക്ക് ആക്കി എടുക്കാവൂ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പം ഇതാണ് ഹയർ ലോ. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ഈ ഒരു ഹയർ ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ബോഡി കൊണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ബോഡി കൊണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പുതിയ ഒരു ഹയർ ഹൈ ഇവിടെ ക്രിയേറ്റ് ആയി. പുതിയ ഹയർ ഹൈ എവിടെ? ഏറ്റവും ടോപ്പ് പോയിന്റ് ഇവിടെ ഹയർ ഹൈ ക്രിയേറ്റ് ആയി അല്ലേ? പുതിയ ഹയർ ഹൈ ഇവിടെ ക്രിയേറ്റ് ആയി. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു പാത്തും കൂടി വരക്കാം. അപ്പൊ നിങ്ങൾക്കൊന്നും കൂടി ആ ഒരു ഇത് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു ഹയറിലൊക്കെ ഒരു ഇവിടുന്ന് വന്നിട്ട് മാർക്കറ്റ് ഇവിടെ വന്നു, എന്നിട്ട് മാർക്കറ്റ് അഗെയിൻ ഈ ഒരു ഏരിയയിലേക്ക് വന്നു. ഓക്കെ, ഇനി ഈ ഒരു ഹയർ ഹൈ കിട്ടുമ്പോൾ പുതിയ ഹയർ ഇവിടെ ബ്രേക്ക് കിട്ടി, ഈ ഒരു ഹയർ ഹൈ കിട്ടി. അപ്പൊ നമുക്കൊരു പുതിയൊരു ഹയർ ലോനും താഴെ മാർക്ക് ചെയ്യണം അല്ലെ? പുതിയൊരു ഹയർ ലോനും മാർക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് വേണം? ഈ ബ്രേക്ക് കിട്ടിയ ഏരിയ നോക്കാം. ഈ ബ്രേക്ക് കിട്ടിയ ഏരിയയിലെ ഏറ്റവും ലോവസ്റ്റ് പാർട്ട് എവിടെയാ നോക്കാം. ഓക്കെ, ബ്രേക്ക് കിട്ടിയ ഏരിയയിലെ ഏറ്റവും ലോവസ്റ്റ് പാർട്ട് എവിടെയാ? ഇവിടെയാ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ പുതിയ ഹയർ ലോ ഉള്ളത്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ പുതിയ ഹയർ ലോ ഉള്ളത്. ഓക്കെ, ഇനി വീണ്ടും നമ്മളെ ഹയർ ഹൈ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നേ. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു പാത്ത് നേരെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഇപ്പൊ നമ്മുടെ പുതിയ സ്വിംഗ് ഹൈ, പുതിയ സ്വിംഗ് ലോ എന്ന് പറയുന്നത് എന്തായി? ഇതാണ്, ഈ ഹയർ ഹൈ ആണ് നമ്മുടെ പുതിയ സ്വിംഗ് ഹൈ. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ഹൈ. ആൻഡ് ഈ ഒരു സ്വിംഗ് ലോ ആണ് നമ്മുടെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോ. ഓക്കെ, അപ്പോ ഇവിടെ ഹയർ ഹൈ, ഇവിടെ ഈ ഒരു ഇനി നമുക്കിവിടെ ഹയർ ഹൈ കിട്ടി, ഹയർ ലോ കിട്ടി. അപ്പോൾ നെക്സ്റ്റ് നമുക്കറിയാം മാർക്കറ്റ് ഒന്ന് താഴേക്ക് വരും, പിന്നെ വീണ്ടും മുകളിലേക്ക് പോകും. ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക. ഓക്കെ, ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ഉള്ളത്. അതായത് ഈ ഹയർ ഹൈ കിട്ടിയതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു, താഴേക്ക് ഇറങ്ങി വന്നു അല്ലേ? മാർക്കറ്റ് ഇതാ, ഞാൻ നിങ്ങൾക്ക് റീപ്ലേ ഇട്ട് കാണിച്ചു തന്നാൽ ഒന്നുകൂടി നിങ്ങൾക്ക് ഇതാ. ഓക്കെ, ഇപ്പൊ നമുക്കിവിടെ ഹയർ ഹൈ, ഹയർ ലോ, പുതിയ ഹയർ ഹൈ. ഇനി മാർക്കറ്റ് എന്ത് ചെയ്യണം? ഒന്ന് റീട്രേസ്മെന്റ് തരണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണും ഒന്നെങ്കിൽ ഹൈ ബ്രേക്ക് ചെയ്യണം അല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്യണം. ഇവിടെ ആക്ച്വലി ഒരു ബ്രേക്ക് താഴേക്ക് നടന്നിട്ടുണ്ട്. എങ്ങനെ? ഇവിടുന്ന് മാർക്കറ്റ് നെക്സ്റ്റ് ഡേ ഇവിടെയാണ് ഓപ്പൺ ആയത്. ഇവിടെ ഫ്രൈഡേ കഴിഞ്ഞു, നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റിൽ മൺഡേയിൽ ഒരു ഓപ്പണിംഗ് പിന്നെ ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട് പൊതുവെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി താഴേക്ക് ഒരു എന്ത് വന്നിട്ടുണ്ട്? ഒരു ക്യാൻഡിൽ ഇവിടെ താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ക്യാൻഡിൽ മാർക്കറ്റിൽ ഇവിടെ താഴേക്ക്, ഒരു ഡൗൺ ക്യാൻഡിൽ മാർക്കറ്റിൽ ഇവിടെ താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇത് എന്തല്ല, വിസിബിൾ അല്ല. കാരണം ആ ഒരു ഗ്യാപ്പ് കാരണമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റാത്തത്. ഓക്കെ, ഈ ക്യാൻഡിൽ ഇവിടെ താഴേക്ക് വന്നിട്ട് അപ്പോൾ തന്നെ മാർക്കറ്റ് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തു പോയോ? ഇല്ല. പകരം എന്താ ചെയ്തേ? ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് ഈ ഹയർ ലോന്റെ അകത്തേക്ക് കയറി. കണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം ഇവിടെ മുകളിലേക്ക് ബ്രേക്ക് കിട്ടി, വീണ്ടും മുകളിലേക്ക് മാർക്കറ്റ് പോയി. ഓക്കെ, പിന്നെ ഇവിടുന്ന് മാർക്കറ്റ് താഴെ വന്നു, ഇവിടെ മാർക്കറ്റ് വീണ്ടും ഇവിടുന്ന് മുകളിലേക്ക് ബ്രേക്ക് തന്നു, ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും താഴേക്ക് വന്നിട്ട് ബ്രേക്ക് തന്നു. പക്ഷേ എന്തല്ല, ആ ബ്രേക്ക് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യണില്ല. മാർക്കറ്റ് എന്താ ചെയ്ത്? തിരിച്ച് വീണ്ടും ഈ ഒരു റേഞ്ച്, ഈ ഒരു പുതിയ റേഞ്ചിനകത്തേക്ക് മാർക്കറ്റ് ഇവിടെ കയറി. ഓക്കെ, അപ്പോൾ അതിനർത്ഥം മാർക്കറ്റ് ഇപ്പോഴും എന്ത് തന്നെയാണ് ചെയ്യണത്? ബ്രേക്ക് എബവ് ഹൈ, റിജക്റ്റിംഗ് ലോ. ഈ ലോനെ മാർക്കറ്റ് റിജക്റ്റ് ചെയ്യാണ്.
ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഇത്രയും പറഞ്ഞ ഈ ഒരു അപ് ട്രെൻഡിന്റെ കേസ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഈ ഒരു ഭാഗം കൂടി നമുക്ക് പറയാം വൺസ് മോർ. ഓക്കെ, അതായത് ഇനി ബാക്കിയുള്ള ഈ ഒരു ഭാഗം കൂടി നോക്കാം. ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന പുതിയ ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഇവിടെ ഒരു ലോ ഉണ്ട്. ഇനി മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, മാർക്കറ്റ് ഇവിടെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. ആൻഡ് മാർക്കറ്റ് ഇവിടെ സിംപ്ലി ബ്രേക്ക് ചെയ്തേക്കല്ല, ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ പുതിയ ലോ എന്ന് പറയുന്നത് ഇതായി. കാരണം ഈ ബ്രേക്ക് നടക്കുന്നത് ഇവിടെയാ. അപ്പൊ ഇവിടെയുള്ള ലോ, ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ഇതാണ് നമ്മുടെ പുതിയ ഹയർ ലോ. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് പറഞ്ഞ റിഫൈൻമെന്റ്. സിമ്പിൾ ആണ്. ബ്രേക്ക് കിട്ടിയ ഏരിയ നമ്മൾ മാർക്ക് ചെയ്യുക, അവിടെയുള്ള ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ആണ് നമ്മുടെ പുതിയ ഹയർ ലോ. ഇനി നമുക്ക് പുതിയ ഹയർ ഹൈ വേണം. മാർക്കറ്റ് എവിടെയാ പുതിയ ഹയർ ഹൈ ഉണ്ടാക്കുന്നത്? മാർക്കറ്റ് ഇവിടെ ഒരു ഹയർ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ബ്രേക്ക് കിട്ടിയതിന് ശേഷം ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് മാർക്കറ്റ് വീണ്ടും താഴേക്ക് ഇറങ്ങി വന്നു അല്ലെ? താഴേക്ക് ഇറങ്ങി വന്നു, പുതിയ ഹയർ ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ആ ഹയർ ലോ ഞാൻ എടുക്കാനുള്ള റീസൺ ഇത്രേ ഉള്ളൂ. കാരണം ഇതാണ് ഹയർ ഹൈ. ഇതിനെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു. ഈ ബ്രേക്ക് ചെയ്യുമ്പം ഈ ബ്രേക്ക് ചെയ്ത ഏരിയ ഉണ്ടല്ലോ, ഞാൻ ഈ ലൈൻ വരച്ച ഏരിയയിലുള്ള ഏറ്റവും ലോവസ്റ്റ് പാർട്ട്, അതാണ് നമ്മുടെ പുതിയ ഹയർ ലോ. ഓക്കെ, ഇനി മാർക്കറ്റ് പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യണം. യെസ്, മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ പുതിയൊരു ഹയർ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി മാർക്കറ്റ് എന്ത് ചെയ്യണം? ഈ ഒരു ഹൈ അല്ലെങ്കിൽ താഴെയുള്ള ലോ ബ്രേക്ക് ചെയ്യണം. മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തു? ഈ ഒരു ഹൈ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. ഓക്കെ, മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. ഇനി എന്ത് വേണം? നമുക്കൊരു ഹയർ ലോനെ കണ്ടെത്തണം. ഹയർ ലോ എവിടെയാ? സിംപിളി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഹയർ ലോ കിടക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയ ഹയർ ഹൈ. ഇത് ഇപ്പോൾ ഉള്ള ലോ. ഓക്കെ, ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് ഹയർ ഹൈ ഇവിടെ ഉണ്ടാക്കി. ഇനി മാർക്കറ്റ് എന്ത് ചെയ്യണം? ഒന്നുകിൽ ലോ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഹൈ ബ്രേക്ക് ചെയ്യണം. ഇപ്പോഴും നമ്മൾ നേരത്തെ കണ്ട പോലുള്ള അതേ സിറ്റുവേഷൻ തന്നെയാണ് മാർക്കറ്റിലുള്ളത്. ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും മാർക്കറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിനകത്തേക്ക്, റേഞ്ചിനകത്തേക്ക് കയറി. ഓക്കെ, ഈ ഒരു ട്രേഡിംഗ് റേഞ്ചിനകത്തേക്ക് കയറി. ഓക്കെ, അപ്പോൾ ഇത്തരം രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫാൾസ് ആയിട്ട് എടുക്കുന്ന സ്ട്രക്ചർ റിവേഴ്സൽ എന്ന് പറയും, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, കാരണം ഇവിടെ നമ്മളൊരു മാർക്കറ്റിന്റെ ട്രെൻഡ് മാറി ഡൗൺ ട്രെൻഡ് ആയി എന്ന് എടുത്താൽ ആക്ച്വലി അത് റോങ് ആണ്. കാര്യം മാർക്കറ്റ് ഇവിടൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ റേഞ്ചിനകത്ത്, ഓക്കെ, ഈ റേഞ്ചിനകത്ത് സസ്റ്റെയിൻ ചെയ്യാനാണ് മാർക്കറ്റ് നോക്കുന്നത്. ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്യണില്ല? ഒരു പ്രോപ്പർ ബ്രേക്ക് നമുക്ക് താഴേക്ക് തരുന്നില്ല. ഓക്കെ, പകരം എന്താ തരണേ? മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, വീണ്ടും മാർക്കറ്റ് ഇതിനകത്തേക്ക് കയറി തന്നെയാണ് ചെയ്യണത്. ഓക്കെ, പിന്നെ എന്തുകൊണ്ട് മാർക്കറ്റ് ഇവിടുന്ന് ഇത്രയും കയറി ഇങ്ങോട്ടേക്ക് വരുന്നതെന്നുള്ളൊക്കെ റീസൺ നമ്മൾ പറയും, എന്തുകൊണ്ടാണ് അത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയും കേട്ടോ. ഓക്കെ, ഇതൊരു പ്രോപ്പർ SMC സെറ്റപ്പ് ആണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ, എനിവേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും ഒരു അപ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹൈ ലോ ഇങ്ങനെ മാത്രമല്ല മാർക്കറ്റ് മൂവ് ചെയ്യുക. ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരു ലോ ഉണ്ടാക്കുന്നു. ചിലപ്പോൾ അടുത്ത സമയത്ത് മാർക്കറ്റ് ഒന്ന് ഇത്ര ലോ വന്നിട്ടായിരിക്കും പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പോവുക. ഓക്കെ, ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മളിത് മാർക്കറ്റിന്റെ ട്രെൻഡ് മാറി ഇനി താഴേക്കാണ് പോവുക എന്നുള്ള ആ ഒരു സംഭവം നമ്മളെ മൈൻഡിലേക്ക് വരൂല. ഓക്കെ, ആ ഒരു കാര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയാനുള്ള ഒരു റീസൺ. ഓക്കെ, ഇനി നമുക്കൊരു ഡൗൺ ട്രെൻഡിന്റെ എക്സാമ്പിളും കൂടി എടുക്കാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഇതാണ് എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, ആദ്യം ഒരു ഹൈ മാർക്ക് ചെയ്തു. ആൻഡ് അതിനുശേഷം മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യണ ഒരു ലോ മാർക്ക് ചെയ്യണം അല്ലേ? ഈ ഒരു ലോ മാർക്ക് ചെയ്തു. അതിനുശേഷം മാർക്കറ്റിൽ
ഈ ഒരു ഹൈ ടു ഈ ഒരു ലോ മാർക്ക് ചെയ്തു. പിന്നെ അതിന് ശേഷം മാർക്കറ്റ് ഒന്ന് തിരിച്ച് റീട്രേസ് ചെയ്തു. പിന്നെ പുതിയ ഒരു ലോ മാർക്കറ്റിൽ വരണം. ഓക്കെ, ഒരു ലോ മാർക്കറ്റിൽ വരിക എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഇപ്പം നിങ്ങൾ എപ്പോഴും ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുക. ഇപ്പം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, മാർക്കറ്റ് ഒന്ന് റീട്രേസ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഇതിനെ ഒരു ലോ ആയിട്ട് പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ ഒരു റീട്രേസ്മെന്റ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് വന്നിട്ട് ഇവിടെ വന്നു, ഇവിടുന്ന് ഒരു റീട്രേസ്മെന്റ് ഇങ്ങനെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സിംഗ് ലോ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ, ഇവിടെ ഒരു സിംഗ് ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒറ്റക്ക് നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞു, അയാൾ സിംഗ് ലോ ആണ്. പക്ഷെ ഇവിടെ റീട്രേസ്മെന്റ് ഉണ്ടോ? റീട്രേസ്മെന്റ് അവിടെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. മാർക്കറ്റ് വീണ്ടും താഴേക്ക് വീണേക്കുക. പിന്നെ എവിടുന്ന മാർക്കറ്റ് ഒന്ന് തിരിച്ച് കയറി വന്നത്? ഇവിടുന്നാണ് മാർക്കറ്റ് ഒന്ന് തിരിച്ച് കയറി വന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്വിംഗ് ഹൈ ഇതാണ്, പുതിയ സ്വിംഗ് ലോ ഇതാണ്. ഇനി എന്ത് വേണം? ഈ സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ സ്വിംഗ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ നോക്കുമ്പോൾ ഓക്കെ, അപ്പൊ നോക്കുമ്പോൾ മാർക്കറ്റിൽ ഈ ഒരു സ്വിംഗ് ലോ ഇവിടെയാണ് മാർക്കറ്റിൽ ബ്രേക്ക് ആവണേ. ഓക്കെ, ഇവിടെയാണ് ബ്രേക്ക് ആവണേ. ഇങ്ങനെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടി? പുതിയ സ്വിംഗ് ഹൈനെ കിട്ടി. എങ്ങനെ? ഈ ബ്രേക്ക് നടക്കുന്ന ഏരിയയിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ്. അപ്പൊ നമ്മൾ നേരത്തെ അപ് ട്രെൻഡിൽ എന്താ പറഞ്ഞേ? ബ്രേക്ക് നടക്കുന്ന ഏരിയയിലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ആണ് പുതിയ സ്വിംഗ് ലോ എന്ന് പറയുമ്പോൾ, ഡൗൺ ട്രെൻഡിലേക്ക് വരുമ്പോൾ ബ്രേക്ക് നടക്കുന്ന ഏരിയയിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഇതായി നമ്മുടെ പുതിയ സ്വിംഗ് ഹൈ. ഓക്കെ ഓക്കെ, പിന്നെ മാർക്കറ്റ് ഇതാ ഇത്രയും ഇവിടുന്ന് ഈ ബ്രേക്ക് നടന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് തിരിച്ച് റീട്രേസ് ചെയ്യണത് എവിടുന്നാ? ഇവിടെ മുതലാ റീട്രേസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയ സ്വിംഗ് ലോ ഇവിടെ കിട്ടി. അപ്പോഴും നമ്മൾ സ്വിംഗ് ഹൈ ഇത് തന്നെയാണ്. ഒന്നുകിൽ ഈ സ്വിംഗ് ഹൈനെ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു സ്വിംഗ് ലോനെ ബ്രേക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, മാർക്കറ്റ് ഈ ഒരു സ്വിംഗ് ഹൈന്റെയും ഈ ഒരു സ്വിംഗ് ലോന്റെയും ഇടയിൽ എന്തായി? ഒന്ന് കൺസോൾട്ടേഷനിൽ വീണു. ഓക്കെ, എന്നതിന് ശേഷമാണ് മാർക്കറ്റ് എന്ത് ചെയ്യണത്? താഴേക്ക് വീണ്ടും ബ്രേക്കായി പോണത്. ഓക്കെ, അപ്പോൾ വീണ്ടും ബ്രേക്കായി പോവാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു ബ്രേക്ക് ഇവിടെ നടന്നു. ഓക്കെ, ഇനി നമുക്കൊരു റീട്രേസ്മെന്റ് വരണം. മാർക്കറ്റ് ഇതാ ഇങ്ങനെ ബ്രേക്ക് വന്നതിന് ശേഷം, അപ്പോൾ ഈ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ സ്വിംഗ് ഹൈ ആണ്. പുതിയ സ്വിംഗ് ഹൈ ഏതാണ്? ഇതാണ് നമ്മുടെ പുതിയ സ്വിംഗ് ഹൈ. ഓക്കെ, അപ്പം ഇവിടെ ബ്രേക്ക് നടന്നു, മാർക്കറ്റ് ഇവിടുന്ന് റീട്രേസ് ചെയ്തു. റീട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പുതിയ സ്വിംഗ് ലോ ആയി. ഓക്കെ, എന്നിട്ട് ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് ഇതാ മാർക്കറ്റ് ഇങ്ങനെ ഇവിടുന്ന് ഈ ഒരു ഹൈ ഉണ്ടാക്കിയതിനു ശേഷം മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് തന്നു. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് റീട്രേസ് ആയി, വീണ്ടും ബ്രേക്ക് തന്നു. അപ്പൊ റീട്രേസ് ആകുമ്പോൾ ഇത് പുതിയ സ്വിംഗ് ലോ ആയി. ഈ ബ്രേക്ക് ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഈ ബ്രേക്കിനുള്ളിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഇതായി നമ്മുടെ പുതിയ സ്വിംഗ് ഹൈ. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ, ഇവിടെ താഴെ എത്തിയപ്പോൾ വീണ്ടും മാർക്കറ്റ് റീട്രേസ് ചെയ്തു അല്ലെ. അപ്പം ഓൾറെഡി നമുക്ക് ഇവിടെ എന്തുണ്ട്? ഈ ഒരു സ്വിംഗ് ഹൈ ഇവിടെ ഉണ്ട്. ഓക്കെ, ഓൾറെഡി നമുക്ക് ഇവിടെ എന്തുണ്ട്? ഈ ഒരു സ്വിംഗ് ലോ ഇവിടെ ഉണ്ട്. മാർക്കറ്റ് വീണ്ടും ആ ഒരു കൺസോൾട്ടേഷനിലേക്ക് വീണില്ലേ. അപ്പോൾ ആ കൺസോൾട്ടേഷൻ നമ്മൾ മാർക്ക് ചെയ്യണത് എങ്ങനെയാ? ഈ ഒരു സ്വിംഗ് ഹൈ ആൻഡ് സ്വിംഗ് ലോന്റെ ഇടയിലുള്ള ഈ ഒരു ഏരിയയിൽ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു കൺസോൾട്ടേഷൻ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് റാൻഡം ആയിട്ട് കിട്ടണതല്ല, നമ്മളൊരു ഏരിയ എടുത്തു ഇങ്ങനെ മാപ്പ് ചെയ്ത് വരുമ്പോഴേ ആ കറക്റ്റ് കൺസോൾട്ടേഷൻ ഏരിയ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെ രണ്ട് ചെറിയൊരു റിഫൈൻമെന്റ് കൂടി കൊടുത്തു എന്നുള്ളൂ. നമുക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ എപ്പോഴും ബോഡി ബ്രേക്ക് മാത്രം എടുക്കുക. ഓക്കെ, ഒരിക്കലും വിക്ക് കൊണ്ടുള്ള ബ്രേക്ക് നിങ്ങൾ ബ്രേക്ക് ആക്കി എടുക്കരുത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നിങ്ങൾ ഒരു സ്വിംഗ് ഹൈ അല്ലെങ്കിൽ ഒരു സ്വിംഗ് ലോ നിങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു റീട്രേസ്മെന്റ് ആദ്യം ഉണ്ടാവണം. ആ റീട്രേസ്മെന്റ് എടുത്ത് പുതിയ ബ്രേക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ കാര്യങ്ങൾ നോക്കാവൂ. ഓക്കെ, എപ്പോഴും ഈ ഒരു സ്ട്രക്ചർ നിങ്ങളെ മൈൻഡിൽ ഉണ്ടായാൽ മതി.
ഒരു ലോ ഉണ്ടാക്കി, ഹൈ ഉണ്ടാക്കി, പിന്നെ മാർക്കറ്റ് ഒരു റീട്രേസ്മെന്റ് വരണം. ആ റീട്രേസ്മെന്റ് തുടങ്ങുന്ന ഏരിയയാണ് നമ്മുടെ ഹൈ. ഓക്കെ, ഇപ്പൊ മാർക്കറ്റ് ഒരു ഏരിയയിൽ നിന്ന് ഒരു ലോന്ന് മാർക്കറ്റ് മുകളിലേക്ക് വന്നു, അവിടുന്ന് താഴേക്ക് ഇറങ്ങി വന്നാൽ അതിനെയാണ് നമ്മൾ ഹൈ എന്ന് വിളിക്കുക. ആ ഒരു ഏരിയയാണ് ഹൈ. ഇനി എപ്പോഴാണ് പുതിയ ഹയർ ഹൈ ഉണ്ടാവുക? എപ്പോഴാണോ ഈ ഒരു ഹൈനെ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുന്നത്, അപ്പോൾ ഉണ്ടാക്കുന്ന ഹൈ ആണ് പുതിയ ഹയർ ഹൈ. ഓക്കെ, ഇനി ഇങ്ങനെ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ബ്രേക്കിനകത്തെ ഏറ്റവും ലോവസ്റ്റ് പാർട്ടാണ് എന്ത്? ഹയർ ലോ. ഓക്കെ, ഇനിയിപ്പോ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു ഹൈ കിട്ടും അല്ലെ? ഹൈ എന്നാണ് മാർക്കറ്റ് താഴേക്ക് വരിക. അപ്പൊ എപ്പോഴാണോ മാർക്കറ്റ് റീട്രേസ് ചെയ്യണത്, അപ്പോഴാണ് ഒരു ലോ ഫോം ചെയ്യുക. ഓക്കെ, ഇനി മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ലോനെ താഴേക്ക് ബ്രേക്ക് ചെയ്യണം. ഈ ഒരു ലോനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുക മീൻസ് ബോഡി കൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ബ്രേക്കിനുള്ളിലെ ആ ഒരു ബ്രേക്ക് വരക്കുന്ന ആ ഒരു ലൈനിന്റെ ഉള്ളിലെ ഏറ്റവും ഹയസ്റ്റ് പാർട്ടാണ് നമ്മുടെ ലോവർ ഹൈ. ഓക്കെ, ഇനി മാർക്കറ്റ് താഴെ വന്ന് എവിടെയാണോ ഒരു ഒരു റീട്രേസ്മെന്റ് കാണിക്കുന്നത്, അവിടെയാണ് നമ്മുടെ ലോവർ ലോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഞാൻ യൂറോസ്റ്റിയിലേക്ക് തന്നെ വരാം. ഓക്കെ, ഇപ്പോൾ യൂറോസ്റ്റിയിൽ നമുക്കൊരു റാൻഡം ആയിട്ട് ഒരു ഡേറ്റ് എടുക്കാം. സപ്പോസ് ഫെബ്രുവരി ഒരു ഒരു 17 ഒക്കെ എടുക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഡേറ്റ് മുതലുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. ഇവിടെ മുതലുള്ള റാൻഡം ആയിട്ട് ഒരു ഡേറ്റ് എടുത്തതാണ്. ഓക്കെ, ആദ്യം ഞാനിവിടെ ഒരു ലോ മാർക്ക് ചെയ്തു. ഇവിടെ മുതലാണ് മാർക്കറ്റ്. പ്ലീസ് വരക്കരുത്. നിത് നിഡ് NID ആരാണ്? നിങ്ങൾ സ്ക്രീനിൽ വരക്കരുത് കേട്ടോ. നമുക്ക് ക്ലാസ്സിന്റെ സെഷനിൽ ആദ്യം പറഞ്ഞതാണ്. ഓക്കെ, ആ ഡ്രോയിങ്സ് ഒന്ന് ക്ലിയർ ചെയ്യണേ. NID നിഡ് ആരാന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഒരു ലോ കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോയി. പിന്നെ ഞാൻ എന്താ പറഞ്ഞത്? മാർക്കറ്റ് ഒന്ന് താഴേക്ക് വരണം, അല്ലെങ്കിൽ ഒന്ന് റീട്രേസ്മെന്റ് നടത്തണം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് വരും, മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോയി, അപ്പം മാർക്കറ്റ് ഒന്ന് കുറച്ചിങ്ങനെ വന്നിട്ടുള്ളൂ, ചിലപ്പോൾ ഒരു ക്യാൻഡിലൊക്കെ താഴേക്ക് ഫോം ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ആ സമയത്ത് അത് റീട്രേസ്മെന്റ് ആക്കി എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് ചിലപ്പോൾ ഇനി വരാവുന്ന അടുത്തൊരു ഡൗട്ട്. ഓക്കെ, അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമുക്കൊരു ടു കാൻഡിൽ റൂള് അപ്ലൈ ചെയ്യാം. ഓക്കെ, ടു കാൻഡിൽ റൂൾ. ഓക്കെ, ഈ ടു കാൻഡിൽ റൂൾ പ്രകാരം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ട് ബിയറിഷ് ബിഹേവിയർ ഉള്ള രണ്ട് കാൻഡിൽസ് ഫോം ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള എന്തെന്ന് വിളിക്കുള്ളൂ? പ്രോപ്പർ ആയിട്ടുള്ള ഒരു റീട്രേസ്മെന്റ് എന്ന് വിളിക്കുള്ളൂ. ഓക്കെ, ഇപ്പൊ ഒരു റീട്രേസ്മെന്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് കാൻഡിൽ, ഈ രണ്ട് കാൻഡിൽ എന്തായിരിക്കണം? ബിയറിഷ് ബിഹേവിയർ ആയിരിക്കണം. ബിയറിഷ് കാൻഡിൽ എന്നല്ല ഞാൻ പറഞ്ഞത്, ബിയറിഷ് ബിഹേവിയർ ആയിരിക്കണം. രണ്ടാമത്തെ ഇവിടുത്തെ റൂൾ നമ്പർ 1, ബിയറിഷ് ബിഹേവിയർ ഉള്ള ബിയറിഷ് ബിഹേവിയർ ഉള്ള ബിയറിഷ് ബിഹേവിയർ ഉള്ള രണ്ട് കാൻഡിൽസ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ, ഈ ഫസ്റ്റത്തെ ബിയറിഷ് കാൻഡിൽ ഉണ്ടല്ലോ, അതിന് താഴെ ആയിരിക്കണം രണ്ടാമത്തെ കാൻഡിൽ ക്ലോസ് ചെയ്യേണ്ടത്. ക്ലോസ് ബിലോ ഫസ്റ്റ്. ഓക്കെ, ഇതൊരു സെർട്ടൻ റൂളാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ ഇങ്ങനെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് താഴേക്ക് വരുന്ന ആ രീതിയിൽ കണ്ടാൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു റൂള് ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആ റൂൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പൊ മാർക്കറ്റ് ഇവിടെ ലോ ഉണ്ടാക്കി. ഓക്കെ, എന്നിട്ട് ഇത്രയും ഹൈ പോയി. ഓക്കെ, ഇനി ഇത് ഹൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഹൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടുന്ന് മാർക്കറ്റ് റീട്രേസ്മെന്റ് നടത്തണം അല്ലേ? അപ്പൊ റീട്രേസ്മെന്റ് നടത്താൻ എനിക്ക് എന്താ വേണ്ടത്? ഒരു രണ്ട് കാൻഡിൽസ് വേണം. ഫസ്റ്റ് കാൻഡിൽ എന്തായിരിക്കണം? സോറി, രണ്ട് കാൻഡിലും എന്തായിരിക്കണം? ബിയറിഷ് ബിഹേവിയർ ഉള്ള കാൻഡിൽസ് ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു കാൻഡിൽ ഉണ്ട്, ഇതൊരു ബിയറിഷ് ബിഹേവിയർ അല്ല, ഇതൊരു ബിയറിഷ് ബിഹേവിയർ അല്ല. കാരണം എന്താ? ഈ കാൻഡിൽസിന്റെ ബിഹേവിയർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ?
ഓൾറെഡി നമ്മളവിടെ സംസാരിച്ചിട്ടുണ്ട്. കാര്യം ഇത് ആക്ച്വലി ഇവിടെ ബയ്യിങ് ആണ് ഈ ക്യാൻഡിൽ കാണിക്കുന്നത്. ഈ ഒരു ക്യാൻഡിലിൽ ഈക്വലി ബയ്യിങ് ആൻഡ് സെല്ലിങ് ആ കാണിക്കുന്നത് അല്ലെ. ഈ ക്യാൻഡിലാണ് ഒരു ബിയറിഷ് ബിഹേവിയർ ഉള്ള ക്യാൻഡിൽ. ആൻഡ് അനദർ മറ്റൊരു ക്യാൻഡിലും കൂടി താഴേക്ക് വന്നു അല്ലെ. മറ്റൊരു ക്യാൻഡിൽ കൂടി ഇവിടെ താഴേക്ക് വന്നു. താഴേക്ക് വന്നു എന്ന് മാത്രമല്ല, ആ ഫസ്റ്റത്തെ ക്യാൻഡിലിന്റെ താഴെ ആയിട്ട് തന്നെയാണ് ഈ ക്യാൻഡിലും അവിടെ ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ടു കാൻഡിൽ റൂള് അവിടെ അപ്ലൈ ആയി. ഓക്കെ, ടു കാൻഡിൽ റൂള് അവിടെ അപ്ലൈ ആയി. അപ്പം നമുക്ക് ആവശ്യമുള്ള ആ ഒരു കാര്യം കിട്ടി. ഏത്? പുതിയ സ്വിംഗ് ഹൈ എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് അവിടെ കിട്ടി. നമ്മളിവിടെ ലോ ഇവിടെ ആക്കി എടുത്തു. മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് പോയി. ഇനി നമുക്ക് എന്ത് വേണമെന്നാ പറഞ്ഞ് ടു കാൻഡിൽ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ മാത്രമേ ഇത് നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള റീട്രേസ്മെന്റ് ആക്കി എടുക്കുള്ളൂ. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നമുക്ക് ടു കാൻഡിൽ റൂൾ സക്സസ് ആയി. പിന്നെ മാർക്കറ്റ് ഇത്ര താഴെ വന്നു. സോ ആ ടു കാൻഡിൽ റൂൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതായിരുന്നു ലോ, ഇതായിരുന്നു ഹൈ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പുതിയ ഹൈ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ പുതിയ ലോ കിട്ടി, ഫസ്റ്റ് ലോ കിട്ടി, ഫസ്റ്റ് ഹൈ ഇവിടെ കിട്ടി. ഈ ഹൈ കിട്ടാൻ ഞാൻ അപ്ലൈ ചെയ്തത് ടു കാൻഡിൽ റൂൾ ആണ്. രണ്ട് കണ്ടീഷനാണ് അതിനുള്ളത്. ബിയറിഷ് ബിഹേവിയർ ഉള്ള രണ്ട് കാൻഡിൽസ് വരണം. ഫസ്റ്റ് ക്യാൻഡിൽ സെക്കൻഡ് ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിലിന്റെ താഴെ ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോ ഇതൊരു ബിയറിഷ് അല്ലെങ്കിൽ ഒരു ബിയറിഷ് മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് കേട്ടോ, നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് മാത്രം. ഇനി എനിക്ക് മാർക്കറ്റിൽ കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഹൈ ബ്രേക്ക് ചെയ്യും അല്ലെ. ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ലോ ബ്രേക്ക് ചെയ്യും. അപ്പൊ മാർക്കറ്റ് എന്ത് ചെയ്തു? ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു. ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്ന മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നതോടുകൂടി നമുക്കിവിടെ പുതിയ ലോനെ കിട്ടി. ഇതായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ലോ. ഈ ലോനെ എങ്ങനെയാ കിട്ടുക? ഈ ബ്രേക്കിനിടയിലുള്ള ഈ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബ്രേക്കിനിടയിലുള്ള ഏറ്റവും ലോവസ്റ്റ് പോയിന്റ്, ഇതാണ് നമ്മുടെ എന്ത്? പുതിയ സ്വിംഗ് ലോ. ഓക്കെ, ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോയി ഒരു ബിയറിഷ് ബിഹേവിയർ ഉള്ള രണ്ട് കാൻഡിൽസ് വരണം എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്വിംഗ് ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം രണ്ട് കാൻഡിൽസ് ഇവിടെ ബിയറിഷ് കാൻഡിൽ വന്നിട്ടുണ്ട്. പക്ഷേ ബിയറിഷ് ബിഹേവിയർ അല്ല. വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു? ഈ ഇത്രയും ടോപ്പിലേക്ക് വന്നു അല്ലെ. അപ്പോൾ ഇവിടെ വന്ന ഹൈസ് ഒക്കെ നമ്മൾ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിച്ചാൽ സിംപിളി ഇത്രയേ ഉള്ളൂ ആൻസർ. ഇവിടെ ഒരു ടു കാൻഡിൽ റൂൾ ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. ആ ടു കാൻഡിൽ റൂൾ ഇവിടെ വന്നിട്ടില്ല. ഓക്കെ, പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു? ഈ ഒരു ഹൈ വരെ മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, ഈ ഒരു ഹൈ വരെ മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈ വരെ മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതായി നമ്മുടെ പുതിയ സ്വിംഗ് ഹൈ. ഓക്കെ, ഇതായി പുതിയ സ്വിംഗ് ഹൈ. ഓക്കെ, ഇനി ഇതിനകത്ത് ഇപ്പം ഇവിടെയാണ് പുതിയ സ്വിംഗ് ലോ. കാരണം ഇത് സ്വിംഗ് ഹൈ ആക്കി എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതായത് ഇവിടെ ടു കാൻഡിൽ റൂൾ ഇവിടെ അപ്ലൈ ചെയ്തു. ആ ടു കാൻഡിൽ റൂൾ ഇവിടെ സക്സസ് ആയി. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഒന്നെങ്കിൽ മാർക്കറ്റ് ഈ ഹൈ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ മാർക്കറ്റ് ആക്ച്വലി ബ്രേക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ലോ ഇവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് ബിയറിഷ് ബിയറിഷ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് മാറി. നമ്മളിവിടെ ഏത് അപ് ട്രെൻഡ് ആയിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ എത്തിയപ്പം ഹൈ ആണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യേണ്ടത്. പക്ഷെ പകരം ഇവിടെ എന്താ ചെയ്തത്? മാർക്കറ്റ് ഈ ഒരു ലോ ആണ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്താണ്ട് തിരിച്ചിങ്ങോട്ട് തന്നെ കയറിയോ? ഇല്ല, വീണ്ടും മാർക്കറ്റ് താഴേക്ക് തന്നെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ആ ഒരു സ്ട്രക്ചർ ഇവിടെ മാറി. സ്ട്രക്ചർ മാറിയിട്ട് എന്തായി? അപ് ട്രെൻഡ് എന്നുള്ളത് മാറിയിട്ട് ഇവിടെ ഡൗൺ ട്രെൻഡ് ആയി മാറി. ഓക്കെ, ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ ഇവിടെ നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ കുറെ ഇന്നർ സ്ട്രക്ചറുകളുണ്ട്. ഓക്കെ, കുറെ ഇന്നർ സ്ട്രക്ചറുകളുണ്ട്. ഇത് ഈ ഒരു സ്ട്രക്ചറിലും നമുക്ക് എന്തുണ്ട്? ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഇപ്പോഴും മാർക്കറ്റിന്റെ ആ ഒരു ഓവറോൾ ഈ ഒരു ബിഗർ സ്ട്രക്ചറിനകത്താണ് ഉള്ളത് എന്നുള്ള കാര്യം നമ്മളെ മൈൻഡിൽ ഉണ്ടാവണം എന്ന് മാത്രം. ഓക്കെ, നമ്മൾ എൻട്രിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പം ഇതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ആ ഒരു സോണ് കാര്യങ്ങളൊക്കെ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. മെയിൻ ആയിട്ട്
ഒരു ലോ കിട്ടിക്കഴിഞ്ഞ് ഒരു പുതിയ ഹൈ കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു റീട്രേസ്മെന്റ് വരണം. ഓക്കെ, ആ റീട്രേസ്മെന്റ് നിങ്ങൾക്ക് കണക്കാക്കാൻ അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടു കാൻഡിൽ റൂൾ അപ്ലൈ ചെയ്യാം. അതൊരു കമ്പൾസറി ഐറ്റം അല്ല, നിങ്ങൾക്ക് ഒന്നുകൂടി ഫീസിബിളിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ കാര്യം അപ്ലൈ ചെയ്യാം. നിങ്ങൾ ആ ഒരു കാര്യം അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ എപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഓക്കെ, ചില സമയത്ത് യൂസ് ചെയ്യും, ചില സമയത്ത് യൂസ് ചെയ്യില്ല, അങ്ങനെ വേണ്ട. ഓക്കെ, എപ്പോഴും നിങ്ങൾ ആ ഒരു കാര്യം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യാം. ഓക്കെ, ഇനി താഴത്തേക്ക് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ സ്ട്രക്ചർ മാറി ഇല്ലേ? മാർക്കറ്റിന്റെ സ്ട്രക്ചർ മാറി. മാർക്കറ്റിൽ എന്ത് ചെയ്യണം? ഇനി ഡൗൺ ട്രെൻഡ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ മാർക്കറ്റ് ഈ ഹൈന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു? ഈ ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെയും അതേപോലെ ഇതൊരു ലോ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണം? പ്രോപ്പർ ആയിട്ടുള്ള രണ്ട് ബുള്ളിഷ് ബിഹേവിയർ ഉള്ള കാൻഡലുകൾ വേണം. ഓക്കെ, അപ്പൊ എനിക്ക് ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെ ബുള്ളിഷ് ബിഹേവിയർ ഉള്ള കാൻഡലുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇത് എന്റെ പുതിയ ലോ ആക്കി എടുക്കും. ഓക്കെ, എനിക്കിവിടെ ഏറ്റവും ടോപ്പിൽ ഇവിടെ ഹൈ ഉണ്ട്. അതിനുശേഷം മാർക്കറ്റ് മുന്നേ ഉണ്ടാക്കിയ ഈ ഒരു ഹയർ ലോനെ മാർക്കറ്റ് ഇവിടെ താഴേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ പുതിയ ലോ അല്ലെങ്കിൽ മാർക്കറ്റിന്റെ അപ് ട്രെൻഡ് മാറി ഡൗൺ ട്രെൻഡ് ഇവിടെ ആയി. ഓക്കെ, അങ്ങനെ ആയി കഴിഞ്ഞാൽ എനിക്കിവിടെ എന്ത് കിട്ടി? പുതിയ ലോ കിട്ടി. എങ്ങനെയാണ് എനിക്ക് പുതിയ ലോ കിട്ടിയത്? ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു റീട്രേസ്മെന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. കാണിച്ചിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? പുതിയ പുതിയൊരു ബോഡി കൊണ്ടുള്ള ബ്രേക്ക് താഴേക്ക് ഇവിടെ ബ്രേക്ക് തന്നിട്ടുമുണ്ട്. ഓക്കെ, താഴേക്ക് ഇവിടെ ബ്രേക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ താഴേക്ക് ഇവിടെ ബ്രേക്ക് തരുമ്പം എൻ്റെ ഈ മുകളിലുള്ള ഹൈനെ ഞാൻ ഷിഫ്റ്റ് ചെയ്യാണ്, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. കാരണം ഓൾറെഡി ഉണ്ടാക്കിയ ലോനെ മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ചെയ്തു. അപ്പൊ ആ ബ്രേക്ക് ചെയ്യുമ്പം ആ ബ്രേക്ക് ചെയ്ത ഏരിയയിലുള്ള ഹയസ്റ്റ് പാർട്ടാണ് പുതിയ ഹൈ, പുതിയ ലോവർ ഹൈ. ഓക്കെ, ഇതാണ് എൻ്റെ പുതിയ ലോവർ ഹൈ. ഓക്കെ, ഇപ്പൊ ഇവിടെ കണ്ടോ, മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങനെ കയറി ഈ ഒരു ഹൈ മാർക്കറ്റ് എന്ത് ചെയ്യണില്ല, മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണില്ല. ജസ്റ്റ് അവിടെ ടച്ച് ചെയ്ത് വിക്ക് മാത്രമേ പോകണുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് കുഴപ്പമില്ല, മാർക്കറ്റ് ഈ ഒരു ഹൈ ഇവിടെ റിജക്റ്റ് ചെയ്യാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരണം? ഇതേപോലെ അഗ്രസീവ് ആയിട്ട് ബ്രേക്ക് ചെയ്യണം. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ല, ജസ്റ്റ് വിക്ക് മാത്രമേ പോകുന്നുള്ളൂ. ഇനിയിപ്പോ ഒരു ബോഡി ആണെങ്കിലും മാർക്കറ്റ് തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ ഇറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് ഏഹ്, ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് റീട്രേസ് ചെയ്തു അല്ലെ? മാർക്കറ്റ് ഇവിടുന്ന് ഈ മുകളിലേക്ക് റീട്രേസ് ചെയ്തു. അപ്പം റീട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതായി എൻ്റെ പുതിയ ലോ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇവിടെയാണ് ബ്രേക്ക് ചെയ്യണത് അല്ലെ? ഇവിടെയാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണത്. അപ്പോൾ എനിക്ക് പുതിയ ഹൈ ആയിട്ട് ഏതെടുക്കാം? ഈ ബ്രേക്ക് കിട്ടിയ ഏരിയനകത്തുള്ള ഏറ്റവും ഹൈയസ്റ്റ് പാർട്ട് എനിക്ക് എൻ്റെ പുതിയ ഹൈ ആക്കി എടുക്കാം. ഓക്കെ, എന്നിട്ട് മാർക്കറ്റ് ഒന്ന് റീട്രേസ്മെന്റ് അടുത്തത് തരണം. ഓക്കെ, മാർക്കറ്റ് പുതിയ റീട്രേസ്മെന്റ് തരണം. ആ റീട്രേസ്മെന്റ് എവിടുന്നാ സംഭവിക്കണേ? ഇവിടുന്നാണ് മാർക്കറ്റിൽ പ്രോപ്പർ ആയിട്ടുള്ള റീട്രേസ്മെന്റ് വരുന്നത്. അപ്പോൾ നമുക്ക് പുതിയ സിങ് ഹൈ സിങ് ലോ കിട്ടി. ഇനി മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂഷൻ, മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അപ് ട്രെൻഡ് കണ്ടിന്യൂഷൻ, അപ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് വീണ്ടും മാറി എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു ഓവറോൾ സ്ട്രക്ചർ നമ്മൾ ജസ്റ്റ് ഒന്ന് മാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് അത് വരിക. ഓക്കെ, ഈ ഒരു ഹൈ, അതിനുശേഷം മാർക്കറ്റ് ഇത്രയും ഒരു ലോയിലേക്ക് മാർക്കറ്റ് വന്നു, വീണ്ടും മാർക്കറ്റ് ഹൈ, മാർക്കറ്റ് വീണ്ടും ലോയിലേക്ക് വന്നു, വീണ്ടും മാർക്കറ്റ് ഹൈ, വീണ്ടും മാർക്കറ്റ് ലോയിലേക്ക് വന്നു. ഓക്കെ, പിന്നെ ഇതിനകത്തുള്ള ഈ സ്ട്രക്ചറുകളൊക്കെ ഇന്നർ സ്ട്രക്ചറുകളാണ്. പിന്നെ മാർക്കറ്റ് പുതിയ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, പുതിയ ലോ, പുതിയ ഹൈ, പുതിയ ലോ. ഓക്കെ, ഈ രീതിയിൽ പിന്നെ നമുക്ക് മാപ്പ് ചെയ്ത് പോവാം. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഈ റിഫൈൻമെന്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? അതിനു വേണ്ടിയിട്ടാണ് ഒന്നും കൂടിയും പറഞ്ഞത്. ഗൈസ്, എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, ഇപ്പൊ നമ്മളിങ്ങനെ ഓരോന്ന് ബ്രേക്ക്
ചെയ്തു, അല്ലെങ്കിൽ താഴേക്ക് ബ്രേക്ക് ചെയ്തു, മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു, ഇതിനൊക്കെ ഇനി നമ്മൾ ഓരോ പേര് ഇടാൻ പോവാണ്. സിംപ്ലി ഇതിനൊക്കെ ഓരോ ഓമന പേര് വിളിക്കാൻ പോവാണ്, ഓരോ പെറ്റ് നെയിം വിളിക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പം ഞാൻ അതിന്റെ സ്ട്രക്ചർ കാണിക്കാം. ഓക്കെ, അതായത് ഇതാണ് ഒരു അപ് ട്രെൻഡിന്റെ യൂഷ്വലി ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ലോ ഉണ്ട്, ഒരു ഹൈ ഉണ്ട്, അനദർ ലോ, അനദർ ഹൈ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് വിളിക്കുള്ളൂ? അപ് ട്രെൻഡ് കണ്ടിന്യൂഷൻ എന്ന് വിളിക്കുള്ളൂ. ഓക്കെ, മാർക്കറ്റ് ഈ ഹൈ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് ഈ ഒരു പിന്നെ തിരിച്ച് ഈ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ് ട്രെൻഡ് മാറി ഡൗൺ ട്രെൻഡ് ആയി എന്ന് പറയും അല്ലേ? ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ അപ് ട്രെൻഡ് ആണ്, മാർക്കറ്റ് ഹൈ ബ്രേക്ക് ചെയ്തു, പിന്നെ തിരിച്ചും മാർക്കറ്റ് വീണ്ടും വന്നു, വീണ്ടും പുതിയ ഹൈ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. ഓക്കെ, അപ്പം മാർക്കറ്റ് ഈ ബ്രേക്ക് ചെയ്യണ അപ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആയിട്ട് പോകുന്ന ഈ ബ്രേക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോസ്. ഓക്കെ, അഥവാ സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, ഇതിനെ നമ്മൾ സിംപ്ലി വിളിക്കുന്ന പേരാണ് ബോസ്. ഓക്കെ, ഒരു ബോസ് നടന്നു, മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയി, അടുത്തൊരു ബോസ് നടന്നു, മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയി. ഇപ്പോൾ ഇതും എന്ത് തന്നെയാണ്? പുതിയ ബോസ് തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവിടെ എത്തി. ഓക്കെ, അഗൈൻ മാർക്കറ്റ് ഒന്ന് താഴേക്ക് റീട്രേസ് ചെയ്യുന്നു, വീണ്ടും മുകളിലേക്ക് തന്നെ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ സിമ്പിളായിട്ട് വിളിക്കുന്ന പേരാണ് എന്ത്? ബോസ് അഥവാ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, അപ്പം ഒരു മാർക്കറ്റ് അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് നോക്കിയാൽ മതി? അവിടെ ബോസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള കാര്യം നോക്കിയാൽ മതി. ഓക്കെ, ബോസ് സംഭവിക്കാന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉണ്ടാക്കിയ ഒരു ഹൈ റീട്രേസ്മെന്റ് വന്ന ആ ഒരു ഹൈനെ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അവിടെ എന്ത് ചെയ്താൽ മതി? ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ലോ ഉണ്ടാക്കി, ഹൈ ഉണ്ടാക്കി, ലോ ഉണ്ടാക്കി, റീട്രേസ്മെന്റ് വന്നു. ഓക്കെ, റീട്രേസ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഓക്കെ ഇതാണ് നമ്മുടെ ഹൈ. ഓക്കെ, ഇതാണ് നമ്മുടെ ലോ. ഓക്കെ, സോറി, ഇതാണ് നമ്മുടെ ലോ. ഓക്കെ, ഇനി നമുക്കൊരു ബോസ് കിട്ടുന്നത് എപ്പോഴാണോ മാർക്കറ്റ് ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്യണത്, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് കിട്ടും അല്ലെ? ഈ ബ്രേക്ക് കിട്ടുന്ന ആളെ നമ്മൾ സിമ്പിളി വിളിക്കുന്ന പേരാണ് എന്ത്? ബോസ്. ഓക്കെ, ഇപ്പൊ വീണ്ടും മാർക്കറ്റ് ഒരു റീട്രേസ്മെന്റ് നടത്തി കഴിഞ്ഞാൽ, വീണ്ടും ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം അതിന് പറയുന്ന പേരാണ് എന്ത്? ബോസ്. നമുക്ക് ഇവിടെ പുതിയ ഒരു ബോസ് ഇവിടെ കിട്ടി. ഓക്കെ, ബോസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അപ്പോൾ ഇത് നമ്മുടെ ലോവർ ഹൈ ആയിരിക്കും, ഇത് നമ്മുടെ ലോവർ ലോ ആയിരിക്കും. ഓക്കെ, ലോവർ ലോ ആയിരിക്കും. അഗൈൻ ഇത് നമ്മുടെ ലോവർ ഹൈ. ഓക്കെ, അപ്പോൾ ബോസ് എന്ന് പറഞ്ഞാൽ സിമ്പിളി ഉള്ളൂ, നമുക്ക് ആ ബ്രേക്ക് കിട്ടുന്ന ഏരിയനെ നമ്മളൊരു ഒരു ഫാൻസി നെയിം ഇട്ട് വിളിക്കുന്നു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ ബോസ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ, ഈ ചാർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ എടുക്കാം. ഈ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി ഇതാ ഇവിടെയാണ് മാർക്കറ്റ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ ഇവിടെ എനിക്കൊരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ബ്രേക്ക് കിട്ടിയ ഈ ഒരു ലൈനിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബോസ്. ഓക്കെ, പിന്നെ മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റീട്രേസ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ ആ റീട്രേസ്മെന്റ് വരുമ്പം ഇതാണ് പുതിയ ഹൈ. ഈ പുതിയ ഹൈ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് എൻ്റെ പുതിയ ബോസ്. ഓക്കെ, പിന്നെ മാർക്കറ്റ് പുതിയ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ നിന്നാണ് മാർക്കറ്റ് റീട്രേസ്മെന്റ് വരുന്നത്. അപ്പം ഇതാണ് എൻ്റെ പുതിയ ബോസ്. ഓക്കെ, പിന്നെ മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വന്ന് ഇവിടെ എത്തി, ഇവിടെ നിന്നാണ് റീട്രേസ്മെന്റ് വരുന്നത്. ഓക്കെ, അപ്പൊ റീട്രേസ്മെന്റ് വന്നതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹൈയിനെ മാർക്കറ്റ് മുകളിലേക്ക് വീണ്ടും ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം എനിക്കിവിടെ പുതിയ ബോസ് കിട്ടി. ഓക്കെ, ഒരു അപ് ട്രെൻഡിലാവുമ്പം എപ്പോഴും ലോ സെക്യൂർ ചെയ്തിട്ടാണ് മാർക്കറ്റ് പോവുക. ഈ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നില്ല, ഈ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നില്ല, ഈ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നില്ല, ഈ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു ഡൗൺ ട്രെൻഡിലാവുമ്പം ഹൈ എപ്പോഴും മാർക്കറ്റ് സേഫ് ആക്കിയാണ് പോവുക. ഒരു അപ് ട്രെൻഡ് ആവുമ്പോൾ മാർക്കറ്റ് എപ്പോഴും ലോ സേഫ് ആക്കി പോകും. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് എനിക്കൊരു റീട്രേസ്മെന്റ് വരുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇവിടെ നിന്നാണ് ഒരു പ്രോപ്പർ റീട്രേസ്മെന്റ് മാർക്കറ്റിൽ വരുന്നത്. അപ്പം ഇതെപ്പോഴാണോ ബ്രേക്ക് ചെയ്യണത് അപ്പോൾ നമ്മൾ എന്ത് വിളിക്കും? പുതിയ ബോസ് കിട്ടിയെന്ന് പറയും, പുതിയ ബോസിനെ കിട്ടിയെന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ ബ്രേക്ക് നടന്ന ഏരിയയിലുള്ള ഏറ്റവും ലോവസ്റ്റ് പാർട്ടാണ് പുതിയ ലോ.
ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. അപ്പോൾ ഒരു ബോസ് കിട്ടാൻ എപ്പോഴും നമ്മളൊരു ബോഡി കൊണ്ടുള്ള ബ്രേക്കിന് നമ്മൾ വെയിറ്റ് ചെയ്യുക, വിക്ക് കൊണ്ടുള്ള ബ്രേക്ക് നമ്മൾ എടുക്കരുത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ബോസിന്റെ കാര്യം ക്ലിയർ ആണോ? ബ്രേക്കോ സ്ട്രക്ചർ മനസ്സിലായോ? സിമ്പിൾ അല്ലേ കാര്യങ്ങള്? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി എലമെന്റ്സ്, കുറച്ചുകൂടി പേരും കാര്യങ്ങളും ഇട്ടു എന്നേ ഉള്ളൂ. അധികം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ബോസ് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഡൗട്ട് ഉള്ളവർക്കുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. വൺസ് മോർ, ഈ വിക്ക് കൊണ്ടുള്ള ബ്രേക്ക് ആണ്. വിക്ക് കൊണ്ടുള്ള ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം അത് പേഴ്സണലി എടുക്കാതിരിക്കുന്നതാണ് ബ്രോ നല്ലത്. കാരണം വിക്ക് കൊണ്ട് പലപ്പോഴും അതൊരു നമ്മൾ ഇനി പഠിക്കും, ലിക്വിഡിറ്റി സ്വീപ്പ് ആവാനുള്ള ചാൻസ് മോസ്റ്റ്ലി കൂടുതലാണ്. ഓക്കെ, എപ്പോഴും ബോഡി കൊണ്ടുള്ള ബ്രേക്ക് എടുക്കുക. അപ്പം ICTയുടെ ആളുണ്ടല്ലോ, ഈ മൈക്കിൾ എന്ന് പറയുന്ന ആള് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, ഒന്ന് ചാർജിന് ഇടട്ടെ. അത് ലിക്വിഡിറ്റി സ്വീപ്പ് ആയിട്ടല്ലേ കൺസിഡർ ചെയ്യുന്നത്? അതെ അതെ അതെ. അതായത് അയാൾ പറഞ്ഞ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ബോഡി ടെൽസ് സ്റ്റോറീസ് വൈൽ വിക്ക് മേക്സ് ഡാമേജ്. ഇത് അയാളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, ഒരു ടോക്കാണ്. അതായത് ബോഡിയാണ് നമുക്ക് ആക്ച്വലി ഇവിടെ സ്റ്റോറി പറയണേ. നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ സെഷനിൽ, ഈ ടെക്നിക്കൽ അനാലിസിന്റെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഒരു ക്യാൻഡിലിന്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആ ക്ലോസിംഗ് ആക്ച്വലി ബോഡിന്റെ പാർട്ടാണ്. അവിടെ വിക്ക് ഉണ്ടോ ഇല്ലേ എന്നല്ല നമ്മൾ നോക്കുന്നത്. ഓക്കെ, വിക്കുകൾ മാർക്കറ്റിൽ ഡാമേജ് ആണ് ഉണ്ടാക്കുന്നതെന്നാണ് അയാൾ പറഞ്ഞേക്കുന്നത്. അതിനർത്ഥം നമ്മൾ വിക്ക് കൊണ്ടുള്ള ബ്രേക്കിനേക്കാളും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഏതാണ്? ബോഡി കൊണ്ടുള്ള ബ്രേക്ക് നമ്മൾ എടുക്കുക. വിക്ക് കൊണ്ടുള്ള ബ്രേക്ക് എന്ന് പറഞ്ഞാല്, ഇപ്പം ഇവിടെ ഒരു ലോ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ ഒരു ലോ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? താഴേക്ക്, ഈ ഒരു ലോന്റെ താഴേക്ക് അല്ലെ, ഇവിടെ ഒരു ലോ ഇല്ലേ, ഈ ലോന്റെ താഴെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ടുണ്ട് അല്ലെ, ഇവിടേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, ഇതിനെ ഒരു ബ്രേക്ക് ആക്കി എടുക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മളിപ്പം വിചാരിക്കാണ് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് എന്ത് പോയാലും ബ്രേക്ക് ആണെന്ന് വിചാരിക്കരുത്. ഇതിന് താഴേക്ക് ഒരു ബോഡി തന്നെ മാർക്കറ്റിൽ പ്രസന്റ് വേണം. ഓക്കെ, ഒരു കാൻഡിലിന്റെ ബോഡി തന്നെ വേണം. ഈ ഒരു ലൈനിന്റെ താഴെ അങ്ങനെ ഒരു ബോഡി ഉണ്ടോ? ഇല്ലല്ലോ. ഇവിടെ എന്തേ ഉള്ളൂ? വിക്ക് മാത്രമേ പ്രസന്റ് ഉള്ളൂ. താഴേക്ക് ബോഡി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അതിനെ ബോഡി കൊണ്ടുള്ള ബ്രേക്ക് എന്ന് വിളിക്കുക. ക്ലിയർ ആണോ? ഓക്കെ, സോ വേറെ ഡൗട്ട്സ് ഒന്നും ആർക്കും ഇല്ല? ഇത്രയും പറഞ്ഞതൊക്കെ ക്ലിയർ ആയോ? മനസ്സിലായോ? സോ ഫാസ്റ്റ്. ഇല്ല, ഇതുവരെ ചെയ്തതൊക്കെ തെറ്റായിട്ട് മനസ്സിലായി. എന്ത് ചെയ്തത്? അല്ല, ഇതിനു മുമ്പ് മാർക്ക് ചെയ്യാൻ പറഞ്ഞല്ലോ. അപ്പൊ മാർക്ക് ചെയ്തൊക്കെ ഇതൊന്നും അറിയാണ്ടല്ലേ? അതെ, കുനുകുനാന്ന് പക്ഷേ പറഞ്ഞ് മാർക്ക് ചെയ്യായിരുന്നല്ലോ. അതെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അതാണ് ഞാൻ പറഞ്ഞത്, ഈ ക്ലാസ്സിലാണ് നമ്മൾ ഒരു റിഫൈൻമെന്റ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഒന്നും കൂടിയും നമ്മുടെ സ്ട്രക്ചർ ഒന്നും കൂടിയും കൺഫൈൻഡ് ആയി. അപ്പം അതിനനുസരിച്ച് നമ്മൾ പക്കാ ഒരു സ്ട്രക്ചറിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യാണ്. ആദ്യം നമ്മൾ ഇപ്പൊ ഒരു വീട് ഉണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം നിലമൊക്കെ ഒന്ന് പരത്തി വെക്കൂലേ. പിന്നെ അതിന് ശേഷം നമ്മൾ തറ കെട്ടും അല്ലെ. അതിന് ശേഷം വീടിന്റെ സ്ട്രക്ചർ വരും. അതിനുശേഷം ലിവിങ് അങ്ങനെ പാർട്ടീഷൻ ചെയ്യും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫർണിച്ചറും പിന്നെ പെയിന്റിങ്ങും ഒക്കെ കഴിയുമ്പോഴല്ലേ ഫൈനൽ ഒരു ഔട്ട്പുട്ട് വരിക. അപ്പൊ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ആ ഒരു നിലം ശരിയാക്കണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ഓക്കെ, ആ ഒരു സ്ട്രക്ചർ വൈസ് സ്ട്രക്ചർ ആണ് നമ്മൾ മൂവ് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ ബ്രോ? ഓക്കെ, ഇനി നമുക്ക് പറയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം കൂടിയേ ഉള്ളൂ. അധികം ലേഖ ചെയ്യണില്ല. ഒറ്റ കാര്യം എന്താന്ന് വെച്ചാൽ സിംപ്ലി, ഇപ്പോൾ
മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഹൈ ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക. ഓക്കെ, വൺസ് മാർക്കറ്റ് ചിലപ്പോൾ എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് തരും. നമ്മളിപ്പോൾ നേരത്തെ കണ്ട പോലെ അല്ലേ, നേരത്തെ കണ്ട പോലെ മാർക്കറ്റ് ഇങ്ങോട്ട് താഴേക്ക് ബ്രേക്ക് തരും. അത് ജസ്റ്റ് ഒരു ക്യാൻഡിൽ ഇവിടെ വന്നിട്ട് തിരിച്ചു കയറുന്ന ബ്രേക്ക് അല്ല, മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് തന്നെ ഒരു ബ്രേക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും മാർക്കറ്റിന് ആ ഒരു ക്യാൻഡിൽസ്, ഒന്നോ രണ്ടോ അധികം ക്യാൻഡിൽസ് അവിടെ അഗ്രസീവായിട്ട് മൂവ് ചെയ്തത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ഏരിയ മാർക്കറ്റിന് എപ്പോഴാണോ, മാർക്കറ്റിൽ എപ്പോഴും ഈ ഒരു അപ് ട്രെൻഡിൽ സേഫ് ആക്കി പോണ ആള് ഞാൻ പറഞ്ഞു ലോ ആണ്. ലോനെ ബ്രേക്ക് ചെയ്യാതെയാണ് മാർക്കറ്റ് അപ് ട്രെൻഡിൽ പോവുക. എപ്പോഴും ഹൈസ് ആണ് മാർക്കറ്റിൽ ബ്രേക്ക് ചെയ്ത് പോവാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതേപോലെ ഈ ഒരു മാർക്കറ്റിൽ എപ്പോഴാണോ ഈ ലോനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണേ, അപ്പോ മുതൽ ഈ മാർക്കറ്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു അപ് ട്രെൻഡിന്റെ ട്രെൻഡ് അവിടെ എന്ത് ചെയ്തു, എൻഡായി. ഓക്കെ, എപ്പോഴാണോ ഈ ഒരു ലോനെ മാർക്കറ്റ് അഗ്രസീവായിട്ട് ബ്രേക്ക് ചെയ്യണത്, ആ സമയം മുതൽ അല്ലെങ്കിൽ ആ ബ്രേക്കോട് കൂടിയിട്ട് അപ് ട്രെൻഡ് എന്നുള്ള കാര്യം അവിടെ എൻഡായി. പിന്നെ എന്ത് സ്റ്റാർട്ട് ചെയ്തു, ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മാർക്കറ്റിൽ എപ്പോഴും അപ് ട്രെൻഡ് ആണെങ്കിൽ അപ് ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകില്ല. ഇടയ്ക്ക് മാർക്കറ്റ് എന്ത് ചെയ്യും, ഡൗൺ ട്രെൻഡിലേക്ക് വീഴും. പിന്നെ ഡൗൺ ട്രെൻഡ് ആയിരിക്കും, ചിലപ്പോൾ കൺസോൾട്ടേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ അപ് ട്രെൻഡ് എപ്പോഴാണ് എൻഡ് ആവാന്ന് എപ്പോഴാണ് മനസ്സിലാവുക, എപ്പോഴാണോ ഈ ഒരു ലോന് മാർക്കറ്റ് അഗ്രസീവായിട്ട് താഴേക്ക് ബ്രേക്ക് ചെയ്യുന്നത്, ആ ഒരു ഏരിയയിൽ നമ്മളുള്ള ആ ഒരു ഏരിയനെ അല്ലെങ്കിൽ ആ ഒരു ഏരിയ സംഭവിക്കും, ആ ഒരു ബ്രേക്ക് സംഭവിക്കുമ്പോഴാണ് മാർക്കറ്റിൽ അപ് ട്രെൻഡ് മാറിയിട്ട് ഡൗൺ ട്രെൻഡ് ആവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രേക്ക് നടക്കുന്ന ഈ ഒരു ഏരിയനെ നമ്മൾ നേരത്തെ മുകളിലേക്ക് നടന്ന ബ്രേക്കിനെയൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ബോസ്. ബോസ് അല്ലെ, ബോസ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം നമ്മൾ തിരിച്ച് താഴേക്ക് ഒരു ട്രെൻഡ് ചേഞ്ച് ചെയ്യണ ആളെ വിളിക്കുന്ന പേരാണ് എന്ത്? SMCയുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ CHOCH എന്ന് വിളിക്കും, അഥവാ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് വിളിക്കും. ഓക്കെ, ഇനി അത് കുറച്ച് ഒരു CHOCH എന്ന് പറയുന്ന ഒരു ഇതില്ലല്ലോ, ബോസ് പോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള വേർഡ് അല്ലല്ലോ. നമുക്ക് എന്ത് വിളിക്കാം, MSS എന്ന് വിളിക്കാം. ഓക്കെ, നമ്മൾ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല, നമുക്ക് ആ കാര്യം മനസ്സിലായി മതി എന്ന് മാത്രം. ഓക്കെ, ഇതിൽ ഏതും നിങ്ങൾക്ക് വിളിക്കാട്ടോ. MSS എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇത്രേ ഉള്ളൂ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓക്കെ, ബോസും MSSഉം. ഓക്കെ, ബോസ് MSS. ബോസ് സംഭവിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, മാർക്കറ്റിൽ പുതിയ ഹൈസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് പോവാണ്, അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാണ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാണെന്ന് മനസ്സിലാക്കാം. അതേസമയം മാർക്കറ്റിൽ MSS സംഭവിച്ചാൽ അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത്, മാർക്കറ്റിന്റെ സ്ട്രക്ചർ ഷിഫ്റ്റ് ആയി, അല്ലെങ്കിൽ അപ് ട്രെൻഡ് മാറി ഡൗൺ ട്രെൻഡ് ആയി, അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് മാറി അപ് ട്രെൻഡ് ആയി. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഇനിയിപ്പോ നമ്മളൊരു ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരാന്ന് വെച്ചാൽ സിമ്പിൾ ഇത്രേ ഉള്ളൂ. ഒരു ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പുതിയ ബോസ് ക്രിയേറ്റ് ചെയ്ത് അടുത്ത ബോസ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ പോവായിരിക്കും. സെർട്ടൈൻ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്യും, ചിലപ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കിയ ഈ ഒരു ഹൈനെ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ലാസ്റ്റ് ഉണ്ടാക്കിയ ഈ ഒരു ഹൈനെ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യും. ആ ഹൈനെ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അഗ്രസീവായിട്ട് സിമ്പിളി നമ്മൾ നേരത്തെ കണ്ട പോലുള്ള ബ്രേക്ക് അല്ല, നല്ല രീതിയിൽ ബ്രേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, മാർക്കറ്റിൽ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാം. മാർക്കറ്റിന്റെ സ്ട്രക്ചർ ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ വന്ന മാർക്കറ്റ് ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, അപ് ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ട് എന്ന കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അതുവരേക്കും മാർക്കറ്റിൽ ലോ ഒക്കെ ബ്രേക്ക് ചെയ്ത് പോരുമായിരുന്നു, അല്ലെങ്കിൽ ലോസിലൊക്കെ എന്ത് സംഭവിക്കുകയായിരുന്നു, ബോസ് സംഭവിച്ച് ഇങ്ങനെ പോരുമായിരുന്നു അല്ലെ. ഇവിടെ എത്തി ബോസ് സംഭവിച്ചു, പക്ഷെ ഇവിടെ എത്തി കഴിഞ്ഞതിന് ശേഷം അടുത്ത ബോസ് ഉണ്ടാക്കാതെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ സേഫ് ആക്കി പോന്ന ഹൈനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇതുവരെ ഹൈ സേഫ് ആക്കി പോരുമായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ഹൈയിനെ, ഈ ഒരു ലാസ്റ്റ് ഉണ്ടാക്കിയ ഹൈയിനെ, ഈ ഒരു ബോസ് ഉണ്ടാവാൻ കാരണമായ ഹൈയിനെ മാർക്കറ്റ് എന്ത് ചെയ്ത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്കറ്റിന്റെ സ്ട്രക്ചർ മാറി. ഓക്കെ,
ഇത് മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഡൗട്ട്സ് ഉണ്ടോ ആർക്കേലും? ഈ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു റീട്രേസ്മെന്റ് ഉണ്ടല്ലോ, അത് എവിടെ വന്നായിരിക്കും ടച്ച് ആവുന്നത്? അതൊക്കെ നമ്മൾ ഇനി നെക്സ്റ്റ് പറയും ബ്രോ. പ്രീമിയം ഡിസ്കൗണ്ട് എന്നൊക്കെ വെച്ചിട്ട് പറയും. അത് ബ്രേക്കർ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. ഓക്കെ. ബ്രോ ഉദ്ദേശിക്കുന്നതല്ലേ? അതായത് ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇപ്പോൾ ഇവിടെ ഒരു MSS വന്നു. ഈ റീട്രേസ്മെന്റ് എവിടെ വരും എന്നല്ലേ ബ്രോ ചോദിക്കുന്നേ? അതെ എവിടെ വരെ വരും എന്നല്ലേ? അതെ. ഇവിടുന്നാണോ റിയാക്ഷൻ വരിക, അല്ലെങ്കിൽ ഇവിടുന്നാണോ എന്നുള്ള കാര്യമല്ലേ? അതിന് നമ്മൾ ഇനി ലിക്വിഡിറ്റി എന്നുള്ള കോൺസെപ്റ്റും കൂടി പഠിക്കും. അപ്പൊ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ. ഓക്കെ. ഇപ്പൊ നമുക്കിവിടെ ഒരു ഹൈ കിട്ടി, ഇവിടെ ഒരു ലോ കിട്ടി, അനദർ ഹൈ, അനദർ ലോ, അനദർ ഹൈ. ഓക്കെ. അപ്പം മാർക്കറ്റ് ഇവിടെ ആക്ച്വലി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു രീതിയിലാണ് അല്ലേ? പക്ഷെ ഇവിടുത്തെ കഴിഞ്ഞ് പുതിയ ഹൈ അല്ല മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെന്താ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇവിടെ മാർക്കറ്റ് അഗ്രസീവായിട്ട് മാർക്കറ്റ് ഇവിടെ താഴേക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. വീണ്ടും മുകളിലേക്ക് വന്നിട്ട് വീണ്ടും മാർക്കറ്റ് പുതിയ ബോസ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ മാർക്കറ്റിന് താഴേക്ക് ബോസ് തരാൻ കഴിഞ്ഞോ? ഇല്ല. മാർക്കറ്റ് വീണ്ടും ഇവിടെ MSS സംഭവിച്ചു. അപ്പൊ ആദ്യം ഇവിടെ നമുക്കൊരു MSS കിട്ടി. അഗെയിൻ അടുത്തൊരു MSS മാർക്കറ്റിൽ ഇവിടെയും സംഭവിച്ചു. ക്ലിയർ? ഞാൻ റാൻഡം ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുത്തതാണ്. ഇതിന്റെ ഒരു ഫുൾ പിക്ചർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോ മുതൽ തന്നെ നമ്മൾ മാപ്പ് ചെയ്ത് പോകണം. ഓക്കെ. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെയും ഉണ്ട് ആ ഒരു ഡൗൺ സൈഡിലേക്കുള്ള സ്ട്രക്ചർ ഷിഫ്റ്റ്. മാർക്കറ്റ് ഇവിടെ ഒരു ലോ ഉണ്ടാക്കുന്നു, അനദർ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു, അനദർ ലോ, അനദർ ഹൈ ബ്രേക്ക് ചെയ്യുന്നു, അനദർ ലോ, അനദർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, അനദർ ലോ. പിന്നെ ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കുന്നു. പക്ഷെ ഇവിടെ ഒരു ഹൈ മാർക്കറ്റ് ഇവിടെ മുകളിലേക്ക് ബ്രേക്ക്, ബോഡി കൊണ്ടുള്ള ബ്രേക്ക് ഉണ്ടോ? നമുക്ക് നോക്കാം. ബോഡി കൊണ്ട് മാർക്കറ്റ് ഇവിടെ സിംപ്ലി ബ്രേക്ക് തന്നിട്ടില്ല. അപ്പം എപ്പോഴാണോ ഈ ലോ ബ്രേക്ക്, ഇതിപ്പോ ഒരു ലോ ആക്കി പ്രോപ്പർ ലോ ആക്കി എടുക്കൂല. അപ്പം ഈ ലോ ബ്രേക്ക് ചെയ്യണം. ഈ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് സമയമുണ്ട്. ബോസ് അതേപോലെ MSS അല്ലെങ്കിൽ CHO CH ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഇത് മനസ്സിലായോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? അസൈൻമെന്റ് തരട്ടെ? ഈ സ്ട്രക്ചർ ഷിഫ്റ്റ് ഇല്ലേ ആ മാർക്കറ്റ്, അത് നമ്മൾ ഇപ്പൊ നേരത്തെ ബ്രോ കാണിച്ച കണക്ക് ഇങ്ങനെ ഇങ്ങനെ ലോ ലോ ഹൈ ഹൈ ഒന്നില്ലേ? അപ്പൊ ആ ഒരു ആ സ്ട്രക്ചർ ബുള്ളിഷിന്ന് ബെയറിഷിലേക്ക് മാറാൻ നേരം അവിടെ ഒരു എത്രാമത്തെ ഹൈയിലായിരിക്കും ബ്രേക്ക്? രണ്ടാമത്തെ കുറെ 1 2 3 4 ഉള്ള ഹൈ ഉള്ള ഉണ്ടായിരുന്നല്ലോ. ഇതാണോ? അപ്പൊ അത് എത്രാമത്തെ അതിലാ ഏത് പോയിന്റിലായിരിക്കും CP അന്നേരമായിരിക്കും ബ്രേക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നടക്കുന്നതിന് മുമ്പ് ഒരു ബോസ് ഇവിടെ നടന്നിട്ടുണ്ടാവണം. ഇപ്പൊ ഇവിടെ ബോസ് നടന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ ബോസ് നടന്നു, ഇവിടെ ബോസ് നടന്നു, ഇവിടെ ബോസ് നടന്നു, ബോസ്, ഇവിടെയും ബോസ് അല്ലേ? അത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് പുതിയ സ്വിംഗ് ഹൈ ഇതാണ്, പുതിയ സ്വിംഗ് ലോ ഇതാണ്. ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം? ഇവിടുന്ന് റീട്രേസ് ആയി വീണ്ടും ഇത് ബോസ് സംഭവിക്കണം. പക്ഷെ എപ്പോഴാണോ ഇത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണത്, ഈ ഹൈ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ MSS ആയിട്ട് എടുക്കാം. അതിന് ഈ ഹൈ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ മതി. പ്രീവിയസ് അല്ല. അതെ. ഓക്കെ. ഏറ്റവും ലാസ്റ്റ് ഉണ്ടായ ഹൈ ബ്രേക്ക് ചെയ്യണം. ആ ഹൈ ആ ഹൈ ഉണ്ടാവുന്നതിന് ഹൈ ഉണ്ടായതിനു ശേഷം ഒരു ബോസ് അവിടെ ഉണ്ടായിട്ടുണ്ടാവണം. ഓക്കെ. ഓക്കെ. എടുക്കുമ്പോൾ വിക്ക് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു?
ഹൈ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആയിട്ടാണ് നമ്മൾ ഹൈ എടുക്കുന്നത്, ആ ഒരു ഓവറോൾ ട്രേഡിംഗ് റേഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് വിക്ക് യൂസ് ചെയ്യുന്നത്. ലൈവ് മാർക്കറ്റിലെ അവസ്ഥ. ഓക്കെ, ലൈവ് മാർക്കറ്റ്. അപ്പം ലൈവ് മാർക്കറ്റ് നിങ്ങൾക്ക് ഒറ്റയടിക്ക് കണ്ട എന്താ തോന്നുന്നത്? എന്ത് ട്രെൻഡാണ് ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാ തോന്നുന്നത്? ഡൗൺ ട്രെൻഡ്. ഡൗൺ ട്രെൻഡ് അല്ലേ? അതായത് ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ഇവിടെ ബോസ് നടന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് അല്ലേ? ഇവിടെ ബ്രേക്ക് ചെയ്തു. അപ്പൊ അവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ട്രേഡിംഗ് റേഞ്ച് അല്ലെങ്കിൽ സ്വിംഗ് ഹൈ ഏതായി? ഇതായി അല്ലേ? പിന്നെ നമുക്കൊരു മാർക്കറ്റിലൊരു റീട്രേസ്മെന്റ് വരണം. റീട്രേസ്മെന്റ് ഇവിടുന്ന് സംഭവിച്ചിട്ടില്ലേ? സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ സ്വിംഗ് ലോ, ഇതാണ് പുതിയ സ്വിംഗ് ഹൈ, അല്ലെങ്കിൽ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ഹൈ, ഏറ്റവും ലേറ്റസ്റ്റ് ലോ. പിന്നെ മാർക്കറ്റിന് രണ്ട് രീതിയിൽ മൂവ് ചെയ്യാം. എങ്ങനെ? ഒന്നുകിൽ ഇവിടുന്ന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാം, ഓക്കെ, അല്ലെങ്കിൽ താഴേക്ക് ബ്രേക്ക് ചെയ്ത് വീണ്ടും ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പം ഇതിൽ ഏതാണ് സംഭവിക്കണമെന്ന് അടിസ്ഥാനമാക്കിയിട്ടാണ് ഇനി മാർക്കറ്റ് അപ് ട്രെൻഡ് ആണോ അല്ലെങ്കിൽ വീണ്ടും ഡൗൺ ട്രെൻഡ് ആവോ എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോകുമോ അല്ലെങ്കിൽ ഇനിയും താഴേക്ക് വരുമോ, ആ ഒരു കാര്യം നമ്മൾ നിശ്ചയിക്കുന്നത് എന്തിലൂടെയാണെന്ന് വെച്ചാൽ ലിക്വിഡിറ്റി എന്ന് പറയുന്ന കാര്യങ്ങളിൽ വെച്ചിട്ടാണ്. ലിക്വിഡിറ്റി അല്ലെങ്കിൽ സോണുകൾ ഒക്കെ വെച്ചിട്ടാണ് നമ്മളത് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എല്ലാ MSSഉം പ്രോപ്പർ MSS അല്ല. എങ്ങനെയാണെങ്കിൽ അതൊരു പ്രോപ്പർ സോണിൽ നിന്നാണ് പ്രോപ്പർ സോണിൽ നിന്നല്ല സംഭവിച്ചതെങ്കിൽ. ഇപ്പം നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ സോണുകളെ പറ്റിയും ലിക്വിഡിറ്റിനെ പറ്റിയൊക്കെ പറയുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഓരോ സോണുകളും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യും. ഇപ്പം ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഡിമാൻഡ്, റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞാണ് കുറെ സോണുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ആ സോണുകളൊക്കെ നമ്മൾ മാർക്ക് ചെയ്യും. ആ മാർക്ക് ചെയ്യുന്ന സമയത്ത് ആ സോണിൽ നിന്നാണ് നമുക്ക് MSS കിട്ടണം. ഓക്കെ, ആ സോണിൽ എത്തിയതിന് ശേഷം കിട്ടുന്ന MSS ആണ് നമ്മൾ പരിഗണിക്കുള്ളൂ. ഓക്കെ, അതിന് മുമ്പൊക്കെ മാർക്കറ്റിൽ ചിലപ്പോൾ MSS സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MSS എന്ന് പറഞ്ഞാൽ ആ സോണിൽ എത്തിയതിന് ശേഷമുള്ള MSSകളാണ്. അല്ലെങ്കിൽ അപ്പോ ആ ഒരു MSSനെ അപ്പൊ ആ ഒരു MSSനെ വാലിഡിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ആ ഒരു MSSനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യമാണ് ഈ സോണുകൾ. ഓക്കെ, അതിനെ കുറിച്ചായിരിക്കും ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ? അപ്പോൾ അടുത്ത സെഷന് മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ റിഫൈൻമെന്റും അതേപോലുള്ള ബോസി MSS വെച്ചിട്ടുള്ള ചാർട്ട്, ഓക്കെ, ഡൗൺ ട്രെൻഡിന്റെ ഒരു എക്സാമ്പിൾ, അപ് ട്രെൻഡിന്റെ ഒരു എക്സാമ്പിൾ, ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിട്ട് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് തെറ്റായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് പക്ക ക്ലിയർ ആയിരിക്കാം. കുറെ പേര് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് സെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ചാർട്ട് നോക്കി കഴിഞ്ഞാൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾ ഒരു എക്സാമ്പിൾ, ഞാൻ മിനിമം ആണ് പറയുന്നത്, നിങ്ങൾക്ക് എത്രയും ഇടാം, മിനിമം ഒരു എക്സാമ്പിൾ എങ്കിലും നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാനത് വാലിഡേറ്റ് ചെയ്താണ്ട് ഞാൻ ഗ്രൂപ്പിൽ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞത്? ആ ഇൻഡിക്കേറ്ററിന്റെ നെയിം ഒന്ന് പറയാവോ? ആ ക്യാൻഡിലിന്റെ അപ്പുറത്തുള്ള മറ്റേ വേവ് ലെങ്ത് കണക്കാക്കുന്നതിന്റെ വേവ് ലെങ്തോ? വേവ്, ക്യാൻഡിൽ മാറ്റി വേവ് ആയിട്ടുള്ള ഇതില്ലേ? ഇതോ? ആ അതെ. ലൈൻ ഇതിവിടെ ആ ക്ലിക്ക് ചെയ്ത ബാറിന്റെ സ്റ്റൈൽ ലൈൻ ബാർ ആവും. ആ, ഓ ഓക്കെ, ആ ഓക്കെ ഓക്കെ. ഇതിവിടെ ക്ലിക്ക് ചെയ്താണ്ട് ഇതിന് സ്റ്റാർ ചെയ്തിട്ടാൽ മതി, ഈ ലൈന് സ്റ്റാർ ചെയ്തിട്ടാൽ മതി, അതിവിടെ വരും. ആ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ എല്ലാവരും ചെയ്യില്ലേ, വർക്ക് ചെയ്യില്ലേ? ഒരു സംശയം ചോദിച്ചോ ബ്രോ, ചോദിച്ചോട്ടെ? ചോദിച്ചോ ബ്രോ. ബ്രോന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്.
ബ്രോ ബ്രോ കട്ട് വോയിസ് ആവുന്നുണ്ട്. ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അപ്പൊ കേൾക്കാം. ഇപ്പൊ കേൾക്കുന്നുണ്ടോ ബ്രോ? കേൾക്കാം. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മള് ഈ ബോസ് വന്നിട്ട് ഒരു പ്രാവശ്യം MSS വന്നെന്ന് വെച്ച് ഇപ്പൊ ഒരു ഡൗൺ ട്രെൻഡിലാണ് നമ്മള്. ഇപ്പൊ ബോസ് വന്നു, അത് കഴിഞ്ഞ് MSS കട്ട് ചെയ്ത് മോളിക്ക് കയറി. പിന്നത്തെ അടുത്തത് അവിടുന്ന് റിക്ഷയിട്ട് ഒരു ബോസ് വരണ്ടേ മോളിക്ക്? അപ്പേ ആ അപ്പോഴല്ലേ ട്രെൻഡ് അത് കണ്ടിന്യൂ ചെയ്യുള്ളൂ. അപ്പോഴല്ലേ നമുക്ക് ഇത് ട്രെൻഡ് ആണ് മനസ്സിലാവുള്ളൂ ശരിക്ക്. അതാണ് ഞാൻ പറഞ്ഞത് ബ്രോ. ഇവിടെ നമുക്ക് മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ബോസ് വന്നു. ഓക്കെ, ഈ ബോസ് വന്നതിന് ശേഷം ചിലപ്പോൾ അടുത്ത് നമുക്ക് ഇവിടെ ഒരു MSS കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളിത് ഒരു MSS ആക്കി ഓക്കെ എടുത്താൽ ചിലപ്പം തൊട്ടടുത്ത നിമിഷം തന്നെ താഴേക്കൊരു MSS വരുന്നത് നമുക്ക് വേറെ കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പം ഇങ്ങനെ സംഭവിക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ബോസ് അല്ലെങ്കിൽ സോറി ഒരു MSS കിട്ടേണ്ടത് എവിടുന്നായിരിക്കണം? ഒരു പ്രോപ്പർ ആയിട്ടുള്ള സോണിൽ നിന്നായിരിക്കണം. മനസ്സിലായോ? ഈ ഒരു കാര്യമാണ് ഇനി നമ്മൾ അടുത്ത സെഷനിൽ പറയാൻ പോണത്. എങ്ങനെയാണ് ഈ സോണുകൾ കണ്ടുപിടിക്കുക, എങ്ങനെയാണ് ലിക്വിഡിറ്റീസ് മാർക്ക് ചെയ്യുക. മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ. ചോദിച്ച ചോദ്യത്തിന് കിട്ടിയോ? ആൻസർ കിട്ടിയോ? ഓക്കെ ഓക്കെ. അല്ല ഞാന് ഇപ്പൊ മോളിക്ക് ഒരു ട്രെൻഡ് ഷിഫ്റ്റ് ആവുകയാണെങ്കിൽ തന്നെ ട്രെൻഡ് പിന്നെയും ഒരു ഷിഫ്റ്റ് ബോസ് ആവുകയാണെങ്കിൽ തന്നെ പിന്നെ ബോസ് വരാന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് മനസ്സിലാവുള്ളൂ എന്ന് വെച്ചതാ. അടുത്തൊരു ബോസ് ബോസ് വന്നാല് ബോസ് ആയിട്ട് അതെ, വരില്ലല്ലോ. ഇല്ല. MSS MSS കഴിഞ്ഞതിന് ശേഷം ഒരു ബോസ് വന്നു കഴിഞ്ഞാൽ ആ ട്രെൻഡ് കണ്ടിന്യൂഷൻ കൺഫേം ആയി. അതാ ഓക്കെ, ചോദിച്ചത്. ഓക്കെ ഓക്കെ. അതാണ് അപ്പൊ ക്ലാരിറ്റി. കൺഫേം ആയി. അപ്പൊ ഇതൊക്കെ അഗ്രസീവ് അല്ലാത്ത അല്ല പക്കാ നമ്മൾ എടുക്കേണ്ട കൺഫർമേഷൻ. സമയത്ത് എനിക്ക് മനസ്സിലായി അത് നമ്മൾ ഇതിൽ നിന്ന് അതെ എടുക്കണം. ഞാൻ ചോദിച്ചത് നമ്മളൊരു അതെ അതെ, ചാർട്ട് ഇപ്പൊ മനസ്സിലായി. നോക്കുമ്പോ കഴിഞ്ഞ പോയത് നോക്കുമ്പോ നമുക്ക് ഇത് ഒരെണ്ണം വന്നു കഴിയുമ്പോ നമുക്ക് ഓക്കെ അടുത്തൊരു ഇതൊരു കണ്ടിന്യൂഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാൻ വേണ്ടിട്ട് ചോദിച്ചത്. ഓക്കെ. അതായത് ഈ ഒരു ഓക്കെ കൺഫർമേഷൻ ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ ഒരു MSS കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലായത് മാർക്കറ്റ് ഇവിടെ ട്രെൻഡ് റിവേഴ്സ് ചെയ്യുന്നുണ്ട്. ആ റിവേഴ്സിൽ നമ്മൾ കൺഫേം ചെയ്യണത് എപ്പോഴാ? അടുത്തൊരു ബോസും കൂടി വരുമ്പോഴാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ നമുക്ക് ഈ MSS വാലിഡേറ്റ് ചെയ്യാം. എങ്ങനെ? ഈ ഒരു സോണിന്റെ സഹായത്തോട് കൂടിയിട്ട്. ഓക്കെ, ഓക്കെ ഓക്കെ ബോസ്. ഓക്കെ മനസ്സിലായി. വിച്ച് മീൻസ് അതന്നെ ഗോഡ്വിൻ ബ്രോ പറഞ്ഞത് ഓക്കെയാണ്, കറക്റ്റ് ആണ്. ഓക്കെ, ഓക്കെ താങ്ക് യു പിന്നെ താങ്ക് അതിൽ യു. ടൈമിന്റെ എലമെന്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. ടൈം സോണുകളുടെ എലമെന്റും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോ വേറെ ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?